ഹലോ, ഫ്യൂഷൻ ഫോളിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ പഠിക്കാം എന്നുള്ളത് നോക്കാം. ആൻഡ് ഇതിനകത്ത് ബേസിക്സും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യും. പല ചാപ്റ്റേഴ്സായിട്ടായിരിക്കും കവർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓട്ടോക്യാഡ് യൂസ് ചെയ്യാനും കൂടുതൽ ഫെമിലിയർ ആവും ഓട്ടോക്യാഡുമായിട്ട്. ആൻഡ് ഇത് കൂടുതലും പ്രയോജനപ്പെടുന്നത് അഗ്രികൾച്ചർ സ്റ്റുഡൻസിനും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ആയിരിക്കും. കാരണം അവരുടെ പ്രൊഫഷനിൽ ഈ ഓട്ടോക്യാഡ് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കി പഠിക്കുമ്പോൾ സെയിം വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതിനുശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹയർ വെർഷനിലേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഓട്ടോക്യാഡ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലൊരു സ്ക്രീനായിരിക്കും വരിക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ കാണാം, 2 ന്യൂ കാണാം. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു ഫയൽ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ബട്ടൺ ഉള്ളത്. സെക്കൻഡ്ലി ന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു മോഡൽ സ്പേസ് വരും. ഇവിടെയാണ് നമ്മൾ ഓട്ടോക്യാഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോക്യാഡിന് മെയിൻലി 2 സ്ക്രീനാണുള്ളത്. ഒന്ന് മോഡൽ സ്പേസും ഒന്ന് ലേ ഔട്ടും. താഴെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്ന് മോഡൽ സ്പേസും ഒന്ന് ലേ ഔട്ടും. ഓക്കെ, രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് മോഡൽ സ്പേസിലേക്ക് പോകാം. മോഡൽ സ്പേസിലെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. അതിനകത്ത് നമുക്ക് ചിലത് ആവശ്യമുണ്ട്, ബേസിക് ഡ്രോയിങ് ചെയ്യാനായിട്ട് ചിലത് ആവശ്യമില്ല. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ ഓട്ടോക്യാഡ് ശരിക്കും പ്രോപ്പറായിട്ട് സ്പീഡിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോക്യാഡ് കൺട്രോൾ ചെയ്യേണ്ടത്. സോ ഒരു കീബോർഡ് മസ്റ്റാണ്, നല്ലൊരു കീബോർഡ് തന്നെ വേണം. പിന്നെ മൗസ് വെച്ചിട്ടാണ് ബാക്കി കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. കൂടുതലും ഷോർട്ട് കട്ട്സും കമാൻഡ് ഏരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോക്യാഡ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഗ്രിഡ്. കണ്ടോ, ഫസ്റ്റ് വൺ ഈസ് ഗ്രിഡ്. താഴെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൗസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഗ്രിഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F7 ആണ്. അതായത് F7 നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ഓണും ഓഫ് ആവും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു ഗ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിടുക. അതിൻ്റെ അടുത്തത് വരുന്നതാണ് സ്നാപ്പ് മോഡ്. അതായത് ഈ ഗ്രിഡ് തന്നെ സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ സ്നാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അടുത്തേക്ക് പോകുമ്പോൾ കയറി അട്രാക്റ്റ് ചെയ്യും, പിടിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലും എറേഴ്സ് ഒന്നും വരാതിരിക്കാൻ തന്നെ, അതായത് ഇപ്പോൾ നമുക്കൊരു 15 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കൊരു സ്പേസ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ലൈൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രിഡിനകത്ത് അല്ലെങ്കിൽ സ്നാപ്പിനകത്ത് പോയിട്ട് 15 ഒരു ഗ്രിഡ് നമ്മൾ ഫോം ചെയ്യുന്നു. അതുവഴി നമ്മൾ വരയ്ക്കുന്നു. അതിൻ്റെ അടുത്തത് വരുന്നതാണ് ഡൈനാമിക് ഇൻപുട്ട്. ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഡ്രോ ചെയ്യുമ്പം ഇവിടെ തന്നെ, അതായത് നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ ഈ പ്ലസ് സിമ്പിളിൻ്റെ പേരാണ് ക്രോസ് ഹെയർ. ഓക്കെ, അതാണ് നമ്മുടെ മൗസ്. ഓക്കെ, അപ്പോൾ ആ ക്രോസ് ഹെയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾക്ക് ചെയ്യുന്ന കമാൻഡ്സും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കോർഡിനേറ്റിലാണ് നിൽക്കുന്നതെന്നും ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈവായിട്ട് കാണിക്കും. ആംഗിളും അതുപോലെ നമുക്ക് എത്രയാണ് വേണ്ടത്, ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും. ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓട്ടോക്യാഡ് കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ഓർത്തോ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ട ഒരു സാധനമാണ് ഓർത്തോൻ്റെ ഷോർട്ട് കട്ട് കീ F8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ F8 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോ ഓൺ ആവും. ഓർത്തോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോ ഓൺ ആണ്. ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്, കണ്ടില്ലേ? വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്ക്
ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ യൂസ് ചെയ്യുന്നത്. വേറെ എങ്ങും സ്നാപ്പ് ആവുന്നില്ല. കണ്ടില്ലേ? നമുക്കിപ്പോൾ ബോക്സ് ആയിട്ട് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തോ ഓഫ് ചെയ്യാണ്. F8 ഒന്നുകൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോ ഓഫ് ആവും. പിന്നെ വരുന്നതാണ് പോളാർ. പോളാറിൻ്റെ ഷോർട്ട് കട്ട് കീ F10 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. F10 ഞാനിപ്പോൾ ഹിറ്റ് ചെയ്യുക, ഓഫായി. വീണ്ടും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഓക്കെ, പോളാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാറിൻ്റെ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ആരോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആംഗിളിൽ വേണം വരയ്ക്കാൻ എന്നുള്ളത് ഇതിനകത്ത് എഴുതി കാണിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, 45ൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈൻ കമാൻഡ് എടുത്തിട്ട് ഇപ്പോൾ ഹൊറിസോണലായിട്ട് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 45ലേക്ക് നമ്മൾ മൗസ് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 45 ഡിഗ്രിയിൽ ഒരു ആംഗിളിൽ ഒരു ഡോട്ടഡ് കൺസ്ട്രക്ഷൻ ലൈൻ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. കണ്ടില്ലേ? ഇതെല്ലാം 45 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും ഈ ലൈൻസ് എല്ലാം. കണ്ടില്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളാർ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആംഗിളിൽ ലൈൻ വരയ്ക്കാനായിട്ട്. പോളാറിന് നേരെ ഓപ്പോസിറ്റാണ് ഓർത്തോ. അതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ അറ്റ് എ ടൈം ഓൺ ആവുള്ളൂ. കണ്ടില്ലേ? പിന്നെ വരുന്നതാണ് ഐസോമെട്രിക്. ഐസോമെട്രിക് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസിൻ്റെ ആ ക്രോസ് ഹെയർ കംപ്ലീറ്റ്ലി മാറി ഒരു ഐസോമെട്രിക് രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്, ഒരു 3D പോലെ. ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തോ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ട് വേണം ഈ ഒരു ഐസോമെട്രിക് വരയ്ക്കാനായിട്ട്. ഓർത്തോ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ ആവും. കണ്ടില്ലേ? അപ്പോൾ ഞാൻ F8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോ ഓണായി. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഐസോമെട്രിക് രീതിയിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം ഇത്ര എടുത്തു. പിന്നെ എനിക്ക് ഇങ്ങോട്ടാണ് വേണ്ടത്, പക്ഷേ ഇതിനകത്ത് സ്നാപ്പ് ആവുന്നത് ഈ ഒരു ആക്സിസ്, റെഡ് ആക്സിസും അതുപോലെ ഗ്രീൻ ആക്സിസും മേളിലേക്കുമാണ് സ്നാപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു പ്ലെയിൻ മാറ്റണം. ഇപ്പോൾ ഉള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനാണുള്ളത്, ഈ ഒരു പോർഷനാണ് നമുക്ക് ഉള്ളത്. അതായത് Z ആക്സിസിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, എനിക്കിനി അങ്ങോട്ടേക്ക്, അതായത് ബാക്കിലേക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ F5 വെച്ചിട്ടാണ് നമ്മൾ പ്ലെയിൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ F5 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലെയിനായി. ഇതിപ്പോൾ ടോപ്പിലെ, അതായത് കണ്ടോ, ടോപ്പ് ഡയറക്ഷനിലെ പ്ലെയിനായി. ഈ സൈഡിലത്തെ അല്ല, ടോപ്പ് ഡയറക്ഷനിൽ പ്ലെയിൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ ഞാനിപ്പോൾ ഒരെണ്ണം വരയ്ക്കുകയാണ്. ഓക്കെ, എനിക്കിനി ഈ ഒരു പ്ലെയിനിലേക്ക് വേണം. വീണ്ടും F5 അടിച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ മാറും. കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഐസോമെട്രിക് നമ്മൾ വരയ്ക്കാം. ഞാൻ ഐസോമെട്രിക് ഓഫ് ചെയ്യുന്നു. അടുത്തത് വരുന്നത് OSNAP ട്രാക്കിംഗ് ആണ്. പിന്നെ വരുന്നത് OSNAP. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OSNAP ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നതിന് ഒരു ഇമാജിനറി ലൈൻ നമുക്ക് കാണിച്ചു തരും എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സ്നാപ്പിംഗ് എന്ന് പറയുമ്പോൾ അടുത്തേക്ക് പോകുമ്പോൾ കയറി അട്രാക്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചേക്കാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ലൈൻ വരയ്ക്കണം. ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് ഓൺ ആണ്. കണ്ടില്ലേ? അത് കംപ്ലീറ്റ്ലി ഓൺ ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അതിനകത്ത് ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഓൺ ചെയ്തിടുക. എപ്പോഴും സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓൺ ആവും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങും അതുപോലെ തന്നെ ഫുള്ളായിട്ട് എപ്പോഴും ഓൺ ചെയ്തിടുക. ഓക്കെ കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് എന്താണെന്ന് ആദ്യം കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് കീ ആണ് F3. ഓക്കെ, F3 നമ്മൾ ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണും ഓഫ് ആവും. കണ്ടില്ലേ? ഞാനിപ്പോൾ ഒരു ലൈൻ എടുത്തിട്ട് വരയ്ക്കുകയാണ്. അടുത്തോട്ട് പോകുമ്പോൾ തന്നെ കയറി പിടിക്കുന്നത് കണ്ടോ? ഈ ഒരു അടുത്തോട്ട് പോകുമ്പോൾ തന്നെ കയറി ഇത് സ്നാപ്പ് ആവുന്നത് കണ്ടില്ലേ? ഇതാണ് എൻ പോയിൻറ്റിൻ്റെ സിമ്പിൾ, സ്ക്വയർ. നടുക്കോട്ട് പോകുമ്പോൾ ട്രയാങ്കിൾ സിമ്പിളായിരിക്കും. കണ്ടില്ലേ? പിന്നെ ലൈനിൻ്റെ നടുക്കോട്ട് വരുമ്പോൾ നിയറസ്റ്റ് പോയിൻ്റ് ആയിരിക്കും. അതാണ് ഒരു ഇൻഫിനിറ്റി തിരിച്ചിട്ട് കഴിഞ്ഞുള്ള സിമ്പിൾ. അതുപോലെ സെൻറ്ററിന് സർക്കിൾ സിമ്പിളായിരിക്കും. അങ്ങനെ പല സിമ്പിൾസ് ഉണ്ടാവും. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ സ്നാപ്പ് ആവുന്നതിനാണ് ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് എന്ന് നമ്മൾ പറയുക. കണ്ടില്ലേ? എനിക്കിപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അത് പക്ഷേ നമ്മൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് എവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണമെന്ന് അറിയില്ല. ഏകദേശം നമ്മൾ ഇവിടെ അടുത്താണെന്ന് വിചാരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യും, പക്ഷേ അടുത്തായിരിക്കത്തില്ല. നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ലേ? ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവെക്കുക, കണ്ടോ? ഡിഫറൻസ് ഉണ്ട്. അതേസമയം OSNAP ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഓൾറെഡി ജോയിൻ്റ് ആയിരിക്കും. കണ്ടോ? അതാണ് OSNAPൻ്റെ
പ്രത്യേകത. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെയായിട്ട്, അതായത് ഈ ലൈനിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ എനിക്കൊരു പോയിൻ്റ് വേണം. അപ്പോൾ നമ്മൾ ചുമ്മാ മൗസ് ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രാക്കിംഗ് ടൂൾ വരുന്നുണ്ടോ, ഒരു ഗ്രീൻ കളർ ഡോട്ടഡ്, അതാണ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. സോ ഈ ഒരു പോയിൻറ്റും പാരലായിട്ട് സെയിം ആയിരിക്കും, കണ്ടോ ഓക്കെ. അതിനാണ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആംഗിളിലായിട്ടും എല്ലാ രീതിയിലും വരും. എനിക്ക് ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രാക്ക് ചെയ്യുക. കണ്ടോ ഒരു ക്രോസ് സിമ്പിൾ വന്നുണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ തന്നെ ആയിരിക്കും. അതാണ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. ഞാൻ ഇപ്പം ട്രാക്കിംഗ് ഓഫ് ചെയ്തിടാം തൽക്കാലത്തേക്ക്. പിന്നെ ഇതിനകത്ത് ഈ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഓണും ഓഫും ചെയ്യാനായിട്ട് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടൊരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പലതും ഓഫും ഓണും ഒക്കെ ചെയ്തിടാം. ഓക്കെ, എന്താണോ വേണ്ടത് അത് നമുക്ക്, ഇതിപ്പോൾ കണ്ടല്ലോ ഗ്രിഡൊക്കെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഓഫായി പോകുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രീസെറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ യൂണിറ്റ്സ് സെറ്റ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ സ്റ്റാർട്ടിങ് നമ്മളൊരു AutoCAD ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് OP എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരും. ഓപ്ഷൻസിനകത്ത് നമുക്ക് ഈ ഒരു മാർക്കർ, അതായത് പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സിമ്പിളിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് ഹെയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്ലസ് സിമ്പിൾ കാണിക്കുന്നതാണ് ക്രോസ് ഹെയർ നമ്മുടെ മൗസിന് കാണിക്കുന്നത്. അത് സ്റ്റാൻഡേർഡായിട്ട് നോർമലി ഇത് 43 ആയിരിക്കില്ല, അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് 35 ആക്കാം. നോർമൽ സ്റ്റാൻഡേർഡാണത് 35. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ കംപ്ലീറ്റ് കളേഴ്സ് മാറ്റാനായിട്ട് കളേഴ്സ് എടുക്കുക. കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ട്, യൂണിഫോം ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഈ ഒരു കളറാണ്. അതാണ് നമുക്ക് കണ്ണിന് അധികം പ്രശ്നങ്ങളൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ ഈ കളർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റോ കാര്യങ്ങളോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഓപ്പൺ ആൻഡ് സേവ്. ആ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആസ് ഏത് വെർഷനിലേക്കെന്നുള്ളത് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോൾ സേവ് ചെയ്താലും ഈ ഒരു വെർഷനിലേക്കായിരിക്കും നമുക്ക് ഫയൽ സേവ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ AutoCAD വേർഷൻ 2023 ആണ്, പക്ഷേ ഞാനിവിടെ 2018 ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കുറഞ്ഞ വെർഷനിൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ AutoCADൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ചെയ്ത ഒരു കാര്യം 2022 പോയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ. അതേസമയം കുറഞ്ഞ വെർഷനിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അതാണ് ഞാനിവിടെ 18 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതുപോലെ ഓട്ടോമാറ്റിക് സേവിങ് ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ലാപ്ടോപ്പിനോ സിസ്റ്റത്തിനോ പറ്റി ക്രാഷായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫായിപ്പോയി, അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സേവ് എന്തായാലും നമുക്ക് ഇത് ടിക്ക് ചെയ്ത് വെക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം കൊടുക്കാം, അതിനനുസരിച്ച് അത് ഓട്ടോ സേവ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ യൂഷ്വലി ഒരു 8 മിനിറ്റ്സ് ആണ് ഒരു 8 മിനിറ്റ്സ് ആണ് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയിപ്പോൾ ഞാൻ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടാബിലേക്ക് നമ്മൾ പോകണം. പ്ലോട്ട് ആൻഡ് പബ്ലിഷ്. നമുക്ക് ഡീഫോൾട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് PDF ആയിട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് അല്ല എടുക്കേണ്ടത്. അതിന് പകരം AutoCAD to PDF എന്ന് പറയുന്നൊരു, അതായത് DWG ഫയലാണ് നമ്മളുടെ AutoCAD ഫയൽ. അപ്പോൾ DWG to PDF എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. അത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, അതും അപ്ലൈ കൊടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഇത് ഗ്രാഫിക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും AutoCADും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രാഫ്റ്റിങ്, 3D മോഡലിംഗ്, സെലക്ഷൻ്റെയും ഇത് തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പലതും പല രീതിയിലാണ് സെലക്ഷൻ വരുന്നത്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രീസെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു AutoCAD ഫയൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നിടം വരെയും ആ ഒരു കാര്യങ്ങൾ സെയിം ആയിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ പോവുക, ചേഞ്ച് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ
എപ്പോൾ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്താലും ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് സെറ്റ് ചെയ്യുക യൂണിറ്റ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് യൂണിറ്റിൻ്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കമാൻഡ് ഏലിയാസ് എന്ന് പറയുന്നത് UN ആണ്. എൻ്റർ അടിക്കുക. അപ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് യൂണിറ്റ്സ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഡെസിമൽ എടുക്കുക. ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് പലതുണ്ട്. ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പീരിയൽ സിസ്റ്റമാണ്. ഡെസിമൽ എടുത്തു കഴിഞ്ഞാൽ മെട്രിക് സിസ്റ്റമാണ്. അതായത് ഫീറ്റ് ഇഞ്ച് ഒക്കെ വരുന്നത് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫീറ്റ് ഇഞ്ച് ആയിരിക്കും വരുന്നത്. അതേസമയം ഡെസിമൽ എടുത്തു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ, മീറ്റർ അതൊക്കെ വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡെസിമൽ എടുക്കുകയാണ്. പ്രിസിഷൻ ഞാനിപ്പോൾ ഒരു ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിസിഷൻ ഒരിക്കലും എടുക്കാറില്ല, 0 ആയിരിക്കും. ഓക്കെ, കാരണം അതിൽ ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം MM ആവശ്യമില്ല നമുക്ക്. ആ സമയം ഞാനിവിടെ സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം 2.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.55 സെൻറ്റിമീറ്റർ അതൊക്കെ നമുക്ക് ഈ MM എടുക്കാൻ പറ്റും. അത് കാരണം നമ്മൾ 2 ഡിജിറ്റ് ഇത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, മീറ്ററിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ 2 എണ്ണം ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മില്ലിമീറ്ററാണ് എടുക്കുന്നത്. സോ എനിക്ക് പ്രിസിഷൻ ഒന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ മില്ലിമീറ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ ആംഗിൾ വരുന്നത്, ആംഗിൾ നമ്മൾ ഡെസിമൽ നോർമൽ പ്രിസിഷൻ 0 തന്നെ ആയിരിക്കും ആംഗിൾ. അല്ലാതെ 45.5 എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ആംഗിൾ എടുക്കാറില്ല നോർമലി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു ലൈൻ വരച്ച് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് വൺ പിക്ക് ചെയ്തു. ലൈൻ ഞാനിപ്പോൾ ഒരു MM-ലാണല്ലോ, അപ്പോൾ ഒരു 500. അപ്പോൾ 500 സെൻറ്റിമീറ്റർ MM-ലുള്ളൊരു ലൈനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, 500 MM-ലുള്ളൊരു ലൈൻ ഞാൻ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഓട്ടോക്യാഡിനകത്ത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ടൈപ്പ് സെലക്ഷൻ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 2 ഓബ്ജക്റ്റ്സ് ഉണ്ട്. ഓക്കെ, 2 റെക്റ്റാങ്കിളായിട്ട് 2 ഓബ്ജക്റ്റ്സ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് സെലക്ഷനാണ് ഓട്ടോക്യാഡിലുള്ളത്. ഒന്ന് ബ്ലൂ സെലക്ഷൻ, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലൂ സെലക്ഷൻ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രീൻ സെലക്ഷൻ. ഗ്രീൻ സെലക്ഷൻ്റെ പ്രത്യേകത, നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി സെലക്ട് ആവും. കണ്ടില്ലേ? പക്ഷേ ബ്ലൂ ഒബ്ജക്റ്റ് അങ്ങനെയല്ല. ജസ്റ്റ് സെലക്ട് ചെയ്തെന്ന് ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, സെലക്ട് ആവത്തില്ല. ആ ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ആ ബ്ലൂ സെലക്ഷനകത്ത് വന്നാൽ മാത്രമേ സെലക്ട് ആവുള്ളൂ. കണ്ടില്ലേ? ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ സെലക്ഷൻ ആയതുകൊണ്ട് അത് മാത്രം കംപ്ലീറ്റ്ലി ഏതാണോ ഒബ്ജക്റ്റ് ബ്ലൂ സെലക്ഷനകത്ത് വന്നത് അത് കംപ്ലീറ്റ്ലി സെലക്ട് ആവും. പക്ഷേ അതേസമയം ഗ്രീൻ സെലക്ഷൻ ഇത് ഒബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി അകത്ത് വരണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ഇതെല്ലാം സെലക്ട് ആവുന്നുണ്ട്. കണ്ടില്ലേ? ഓക്കെ, അതാണ് 2 ടൈപ്പ് സെലക്ഷൻ നമ്മുടെ ഓട്ടോക്യാഡിനകത്ത് ഉള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഓട്ടോക്യാഡിനകത്ത് എൻ്ററും സ്പേസ് ബാറും ഒരേ ഫംഗ്ഷനാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് അടിക്കുക, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ സ്പേസ് അടിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്യുക. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് സ്പേസ് ബാറാണ്. കാരണം റൈറ്റ് ഹാൻഡ് എപ്പോഴും നമ്മൾ മൗസിലും ഡിജിറ്റിലും ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് നമ്മളെപ്പോഴും സ്പേസ് ബാറും കമാൻഡ് ചെയ്യാനും ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് അടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻ്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ അടിക്കുക. അപ്പോൾ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവും. വീണ്ടും സെയിം കമാൻഡ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ലാസ്റ്റ് യൂസ് ചെയ്ത കമാൻഡ് അത് തന്നെ പിന്നെ റീകോൾ ചെയ്യും. അതായത് ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചു, വീണ്ടും എനിക്ക് ലൈൻ തന്നെയാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെയും ലൈനിൻ്റെ കമാൻഡ് അടിച്ചിട്ടൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ലൈനിൻ്റെ കമാൻഡ് ആക്ടിവേറ്റ് ആവും. അതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓട്ടോക്യാഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ബേസിക്സ് ഒരു ഓട്ടോക്യാഡ് വേർഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, ഇതിൽ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ടാബ്സ് കാണാം. ഹോം, ഇൻസേർട്ട്, അനോട്ടേറ്റ്, വ്യൂ, മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇൻ ഡെപ്തായിട്ട്. ഞാൻ ആദ്യം തന്നെ ഹോമിലെ കുറച്ച് സെക്ഷൻസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹോമിൽ കുറച്ച് സെക്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഡ്രോ സെക്ഷൻ കാണാം, കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് മോഡിഫൈ സെക്ഷൻ കാണാം. പിന്നെ അനോട്ടേഷൻ സെക്ഷൻ കാണാം. ലെയേഴ്സ് കാണാം. അതുപോലെ ബ്ലോക്ക്, പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും.
ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഡ്രോ സെക്ഷനിലേക്ക് പോകാം. ഡ്രോ സെക്ഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ചാപ്റ്റർ പോലെ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലൈൻ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഈ താഴെ കാണുന്ന ഈ വൈറ്റും ഗ്രേയും ആണ്. വൈറ്റ് കളറിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനും ഗ്രേ കളർ നമുക്ക് ഹിസ്റ്ററി കാണാനായിട്ടാണ്. ഇവിടെ നിന്ന് മേളിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തേക്കുന്നുള്ള ഹിസ്റ്ററീസ് എല്ലാം കാണാം, കമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് കമാൻഡ് ബാർ. നമ്മൾ എന്ത് കമാൻഡ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെയാണ് വരുന്നത്, കണ്ടില്ലേ? നമ്മൾ കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും അവിടെയാണ് വരുന്നത്. അതായത് കമാൻഡ് ബാറിലാണ് ടൈപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ലൈൻ എന്താണ്? 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ലൈനിൻ്റെ കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാം. ലൈനിൻ്റെ കമാൻഡ് എന്താ? എൽ ആണ് ലൈനിൻ്റെ കമാൻഡ്. സോ എൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് എന്ന് നമുക്ക് താഴെ കാണാം. ലൈൻ എന്ന് പറയുന്ന കമാൻഡാണ് ആ ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് നമുക്ക് കാണുന്നത്. സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അവർ നമുക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ പിക്ക് ചെയ്തു. രണ്ടാമത് സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻ്റ്. നമ്മളിപ്പോൾ ഓർത്തോ ഓൺ ആക്കിയതുകൊണ്ടാണ് ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെ വരുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് തന്നെ വരുന്നത്. ഓക്കെ, സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ സെക്കൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് എന്ന് ഉള്ളതാണ് അടുത്ത അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഞാനിപ്പോൾ സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്ക് മൗസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 500 mm ലൈൻ വരയ്ക്കാൻ പോകണം. അപ്പോൾ 500 എടുക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു 500 mm ലൈനായി. അപ്പോൾ ആ ലൈൻ കമാൻഡ് എക്സിറ്റ് ആയിട്ടില്ല, കണ്ടില്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ലൈൻ കമാൻഡ് നമുക്ക് മേളിലേക്ക് വേണമെങ്കിൽ മേളിലേക്ക് വരയ്ക്കാം. ഒരു 100ൻ്റെ ഒരു ലൈൻ മേളിലേക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ 100 എൻ്റർ ചെയ്യാം, കണ്ടില്ലേ? വീണ്ടും അത് എക്സിറ്റ് ആയിട്ടില്ല. ഇനി അത് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എസ്കേപ്പ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡിൽ നിന്ന് എസ്കേപ്പ് ആവും അല്ലെങ്കിൽ എക്സിറ്റ് ആവും. നമുക്ക് അതേസമയം ഇനിയും സെയിം കമാൻഡ് തന്നെ വീണ്ടും റീകോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഫുള്ള് എൻ്റർ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ലൈൻ കമാൻഡ് ആക്ടിവേറ്റ് ആവും. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം. വീണ്ടും സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആവും, കണ്ടില്ലേ? ഓക്കെ, അങ്ങനെയാണ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പം പ്രത്യേക ഒരു കാര്യം നോക്കാനുള്ളത്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ഇതെല്ലാം സെപ്പറേറ്റ് ലൈൻസ് ആണ്. ഓക്കെ, അടുത്തത് വരുന്നത് പോളി ലൈൻ. രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. പോളി ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന സെപ്പറേറ്റ് ലൈൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരുന്നതാണ് പോളി ലൈൻ. അതായത് ഒരുപാട് ലൈൻസ് ഒന്നിച്ച് വരുന്നതിനാണ് പോളി ലൈൻ. കാണിക്കാം. പോളി ലൈനിൻ്റെ ഷോർട്ട് കട്ട് കീ PL എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ P ലൈൻ ആക്ടിവേറ്റ് ആവും, അതായത് പോളി ലൈൻ ആക്ടിവേറ്റ് ആവും. സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത് നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബേസിക്സ് ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് സെക്കൻഡ് പോയിൻറ്റിലേക്ക് പിക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500 mm ഒരു ലൈൻ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞു. അടുത്ത മേളിലേക്ക് ഞാനിപ്പോൾ ഒരു 100, ലെഫ്റ്റിലേക്ക് ഞാൻ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോളിലൈൻ ഫോമായി. ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആയി. ഇപ്പോൾ ഈ 2 ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം, പോളിലൈൻ കണ്ടില്ലേ? പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ചാണ് പിക്കാവുന്നത്. അതായത് ഇത് P ലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ജോയിൻ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇൻഡിവിജ്വൽ ആയിരിക്കും, പക്ഷേ ലൈൻ തന്നെയാണ്, ഇൻഡിവിജ്വൽ ലൈനാണ്. അതാണ് പോളി ലൈനും നോർമൽ ലൈനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്ത് നമ്മൾ സർക്കിളിലേക്ക് വരികയാണ്. സർക്കിൾ എന്താണ്? സർക്കിളിലൊരു മിഡ് പോയിൻ്റ് ഉണ്ടാവും, ഒരു റേഡിയസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ടാവും. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ കമാൻഡ് ഏലിയാസ് C ആണ്. സോ C എൻ്റർ അടിക്കാം. അവർ ചോദിക്കുന്നുണ്ട് സെൻറ്റർ പോയിൻ്റ് പിക്ക് ചെയ്യാനായിട്ട്. ഞാൻ സെൻറ്റർ പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്തു, കണ്ടില്ലേ? ഒരു സർക്കിളിൻ്റെ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ അവർ റേഡിയസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്തെങ്കിലും അറിയാമല്ലോ.
അപ്പോൾ ഇവിടെ റേഡിയസ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡയമീറ്റർ റൈറ്റ് സൈഡിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം. റേഡിയസ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 200 റേഡിയസിലാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ റേഡിയസ് 200 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 200 റേഡിയസിലുള്ള ഒരു സർക്കിൾ കിട്ടി. കണ്ടില്ലേ 200. അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ നോക്കി കഴിഞ്ഞാൽ 400 ആയിരിക്കും. കണ്ടില്ലേ? ഓക്കെ, അടുത്തത് ഞാൻ സർക്കിൾ തന്നെ ഡയമീറ്റർ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. സി എൻ്റർ, മിഡ് പോയിൻ്റ് പിക്ക് ചെയ്തു, അല്ലെ സെൻറ്റർ പോയിൻ്റ് പിക്ക് ചെയ്തു. അടുത്ത വരുന്നത് നമുക്ക് റേഡിയസ്, നേരത്തെ അടിച്ച റേഡിയസ് താഴെ കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ ചുമ്മാ ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ റേഡിയസ് അവിടെ അപ്ലൈ ആയിട്ട് ഒരു സർക്കിൾ ഫോം ആവും. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ആണ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയുന്നുണ്ട് സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓർ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്ററിൻ്റെ ഡി എപ്പോഴും ബ്ലൂ കളറായിരിക്കും. സോ അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളറിലുള്ള ഏത് ഡിജിറ്റാണോ അല്ലെങ്കിൽ ഏതൊരു ലെറ്റർ ആണോ അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഡി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. കണ്ടില്ലേ? നേരത്തെ നമ്മൾ 200 റേഡിയസ് അടിച്ചുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി 400 ആണ് അത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 400 സർക്കിൾ ഫോം ആവും. അതിനെക്കാട്ടിലും നല്ലത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു ചെറിയൊരു 200 ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 ക്ലിക്ക് ചെയ്യാം, ടൈപ്പ് ചെയ്യാം, എൻ്റർ ചെയ്യാം. കണ്ടില്ലേ? ചെറിയ സർക്കിൾ എത്തി, പകുതി സർക്കിൾ, നേരത്തെ വരച്ചതിൻ്റെ പകുതി ആയിട്ടുള്ള സർക്കിൾ 200. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എപ്പോഴും നമുക്ക് 100 ആയിരിക്കും. കണ്ടില്ലേ? അങ്ങനെയാണ് സർക്കിൾ നമ്മൾ നോർമൽ രീതിയിൽ വരയ്ക്കുന്നത്. ഓക്കെ, അടുത്തത് സി എൻ്റർ. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സിമ്പിൾ സർക്കിൾസ് ആണ് 2 വരച്ചത്, അത് നോർമൽ രീതിയിൽ സെൻറ്റർ പോയിന്റ് പിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓർ 3P 2P TTR. ഇത് മൂന്നും എന്താണ്? 3 ടൈപ്പ് സർക്കിളാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. 3P എന്ന് പറയുമ്പോൾ 3 പോയിൻ്റ് സർക്കിൾ. അതായത് നമുക്ക് 3 പോയിൻ്റ്, ഒരു സർക്കിളിൻ്റെ 3 പോയിൻറ്റ്സ് പിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും 3P. 2P ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിൻ്റെ 2 പോയിൻ്റ് പിക്ക് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും. TTR എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് റേഡിയസ്. 2 കർവ് ഉള്ളൊരു സർഫസിലും റേഡിയസും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫോം ചെയ്യാൻ പറ്റും സർക്കിൾ. അപ്പോൾ ഇത് 3 ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ 3P. അപ്പോൾ താഴെ നമ്മൾ നോക്കുക, ബ്ലൂ കളറിൽ കാണുന്നത് 3P ആണ്. സോ 3P അടിക്കുക, എൻ്റർ അടിക്കുക. സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. എനിക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു പോയിൻ്റ് വേണം എനിക്ക് ഫസ്റ്റ് സർക്കിളിൻ്റെ പോയിൻ്റായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ. പിക്ക് ചെയ്തു. അടുത്ത അവർ പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് ഓൺ ദ സർക്കിൾ. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് സെക്കൻഡ് പോയിൻ്റ് നമ്മൾ പിക്ക് ചെയ്തു. അടുത്തവർ പറയുന്നത് തേർഡ് പോയിൻ്റ് ഓഫ് ദ സർക്കിൾ. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സെൻറ്ററായിട്ട് ഇവിടെ എനിക്ക് തേർഡ് പോയിൻ്റ് പിക്ക് ചെയ്തു. കണ്ടില്ലേ? ഒരു സർക്കിൾ അവിടെ ഫോമായി. ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ, തേർഡ് പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു സർക്കിൾ, അത് രണ്ടും കൂടെ ടച്ച് ചെയ്തിട്ട് 3 കൂടെ ടച്ച് ചെയ്തിട്ടൊരു സർക്കിൾ ഫോമായി. ഇതുപോലെ തന്നെയാണ് 2Pയും. ഓക്കെ, അത് പക്ഷേ 2 പോയിൻറ്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ. സി എൻ്റർ അടിക്കുക, 2P എൻ്റർ, ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക, അല്ലേ സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക. തീർന്നു. അതായത് ഫസ്റ്റ് പോയിൻ്റ് ഇവിടെയും സെക്കൻഡ് പോയിൻ്റ് ഇവിടെയും. 2P, ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്യുക. കണ്ടില്ലേ? 2 പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ടച്ച് ചെയ്തിട്ട് ഒരു സർക്കിൾ ഫോം ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ടാൻജൻറ്റ് റേഡിയസ് TTR. അതിന് വേണ്ടിയിട്ട് സർക്കിൾ എടുക്കുക. ലാസ്റ്റ് ഓപ്ഷനാണ് TTR അടിക്കുക, എൻ്റർ. ഓക്കെ, സ്പെസിഫൈ പോയിൻ്റ് ഓൺ ഒബ്ജക്റ്റ് ഫോർ ഫസ്റ്റ് ടാൻജൻറ്റ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കർവ് ഉണ്ട്. എപ്പോഴും നമുക്ക് ടാൻജൻറ്റ് വരുന്നത് സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു സർഫസിൽ കിട്ടില്ല. എപ്പോഴും ഒരു ആർക്ക് അല്ലെങ്കിൽ എലിപ്സ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 സർക്കിളും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു സിമ്പിൾ കാണിക്കുന്നതിൻ്റെ കാരണം നമ്മളിവിടെ സ്നാപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പിംഗ് ഓൺ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ്. ടാൻജൻറ്റിൻ്റെ സിമ്പിളാണത്. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും പിക്ക് ചെയ്യുക, ചുമ്മാ ടാൻജൻറ്റ്. അടുത്ത ടാൻജൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സർക്കിളാണ് അടുത്ത ടാൻജൻറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു സർക്കിളും ടാൻജൻ്റായിട്ട് റേഡിയസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു റേഡിയസിൽ അവിടെ ഒരു സർക്കിൾ പെർഫോം ആവും. അവർ മൂന്നാമത്തേത് ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നമ്മളൊരു 500 റേഡിയസിൽ ഒരു സർക്കിൾ, ഇച്ചിരി വലിയ സർക്കിളായിരിക്കും, എൻ്റർ അടിക്കുക. കണ്ടില്ലേ? ഈ ഒരു സർക്കിളിലും ടാൻജൻ്റായിട്ട് 500 റേഡിയസിൽ നമുക്കൊരു പുതിയൊരു സർക്കിൾ ഫോമായി. കണ്ടോ? 500. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ സർക്കിളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതാണ് ആർക്ക്. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആർക്ക്. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമാൻഡ് ഏലിയാസ് എ എൻ്റർ. അപ്പോൾ അവർ കുറേ ടൈപ്പ് ആർക്ക് നമുക്ക് ശരിക്കും ഫോം ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ആർക്ക് കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ദി ആർക്ക്, അതായത് ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ദി ആർക്കാണ് നമ്മൾ പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പോയിൻ്റ് ഓഫ് ദി ആർക്ക് അവർ ചോദിക്കുന്നുണ്ട്. എന്താ സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്തു. ഇനി അവർ പറയുന്നത് തേർഡ് പോയിൻ്റ് അല്ലെങ്കിൽ എൻ പോയിൻ്റ്. 3 പോയിൻറ്റ്സാണ് എപ്പോഴും ഒരു ആർക്കിന് വരിക. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് ഞാനിവിടെ പിക്ക് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് വെച്ചിട്ട് നമുക്കൊരു ആർക്ക് ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ സെയിം കമാൻഡ് ആക്ടിവേറ്റ് ആവും. നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്തു. സെക്കൻഡ് പോയിൻ്റ് വരെ ഇവിടെ 2 ഉണ്ട്, സെൻറ്റർ ഓർ എൻഡ്. നമുക്ക് എൻ പോയിൻ്റ് വേണം. ഓക്കെ, അപ്പോൾ ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എൻ പോയിൻ്റ് പിക്ക് ചെയ്തു. അടുത്തത് അവർ ചോദിക്കുന്നുണ്ട് ആംഗിൾ, ഡയമെൻഷൻ, റേഡിയസ്. ഇപ്പം റേഡിയസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കിന് എത്ര റേഡിയസ് വേണോ അത് നമ്മൾ 2 പോയിൻറ്റ് മാറത്തില്ല. നമ്മൾ ആദ്യം പിക്ക് ചെയ്ത് കൊടുത്താൽ 2 പോയിൻറ്റ് മാറത്തില്ല, പക്ഷേ ആ ഒരു റേഡിയസിൽ സർക്കിൾ ഫോം ആവും. ഓക്കെ, അതല്ല നമുക്ക് ഡയറക്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വേണോ താഴേക്ക് വേണോ. ഇപ്പം നമ്മൾ 2 പോയിൻറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. രണ്ടും ഡി എൻ്റർ അടിക്കുക, ഡയറക്ഷൻ കണ്ടില്ലേ? മേളിലേക്ക് താഴേക്ക് ഇങ്ങനെ വേണം ആർക്ക് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്തു. നമ്മളിപ്പോൾ എൻ പോയിൻ്റ് ആണ് നോക്കിയത്. ഇനി നമ്മൾ സെൻറ്റർ വെച്ചിട്ട് നോക്കാം. അതിപ്പം സി എൻ്റർ അടിക്കുക, സെൻറ്റർ കണ്ടില്ലേ? ആർക്ക് ഫസ്റ്റ് പോയിൻറ്റും ഉണ്ട്, സെൻറ്ററും ഉണ്ട്. ഇനി തേർഡ് പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓർത്തോ ഓൺ ആക്കിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുന്നത്. ഓർത്തോ ഓഫ് ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ സ്മൂത്തായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അടുത്ത് നമുക്ക് ഒന്നെങ്കിൽ ആംഗിൾ അടിക്കാം, ലെങ്ത് അടിക്കാം, അതായത് കോഡ് ലെങ്ത്. അതായത് ഈ ആർക്കിൻ്റെ സർക്കംഫറൻസിൻ്റെ ലെങ്ത്തിൻ്റെ പേരാണ് കോഡ് ലെങ്ത്. അത് വേണേൽ അടിക്കാം, അല്ലെങ്കിൽ ആംഗിൾ അടിക്കാം. ഇതിപ്പോൾ 180 ആംഗിൾ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതാ ഇങ്ങനെ വരും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എ ഫോർ ആംഗിൾ അടിച്ചു. ഓക്കെ, 180 ആംഗിൾ അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ സ്ട്രേറ്റ്, അതായത് ഒരു സെമി സർക്കിളായിട്ട് തന്നെ വരും. കണ്ടില്ലേ സെൻറ്റർ പോയിൻ്റ് സെമി സർക്കിളായിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ഫോം ചെയ്യാം. പിന്നെ വരുന്നത് എലിപ്സ് ആണ്. എലിപ്സിൻ്റെ ഷോർട്ട് കട്ട് കീ EL എൻ്റർ. ആദ്യം എലിപ്സിന് 2 ആക്സിസ് ഉണ്ടാവും. ഒരു മേജർ ആക്സിസ് ഉണ്ടാവും, ഒരു മൈനർ ആക്സിസ് ഉണ്ടാവും. അതായത് നീളം കൂടിയൊരു ആക്സിസ് ഉണ്ടാവും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്, നീളം കുറഞ്ഞൊരു ആക്സിസ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും എലിപ്സ് അങ്ങനെയാണ്. 2 ആക്സിസും സെയിം ആണെന്നുണ്ടെങ്കിൽ അതൊരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നുണ്ട് സ്പെസിഫൈ ആക്സിസ് എൻ പോയിൻ്റ്. ഒരു ആക്സിസിൻ്റെ എൻ പോയിൻ്റ് പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അടുത്തത് അതർ എൻ പോയിൻ്റ് പിക്ക് ചെയ്യാൻ ആ ആക്സിസിൻ്റെ തന്നെ പിക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ ആക്സിസ് സെൻട്രലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളത് നമ്മൾ എങ്ങോട്ടാണോ ഡയറക്ഷൻ അങ്ങോട്ട് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഞാനിപ്പോൾ ഒരു 500 കൊടുക്കുകയാണ്. കറക്റ്റ് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 500 ആയിരിക്കും ഓൾമോസ്റ്റ്. കണ്ടില്ലേ? ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ 499.94 എന്നൊക്കെ വന്ന് പറയുന്നത്. നമ്മൾ ഓർത്തോ ഓണാക്കാതെ വരച്ചതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തോ എപ്പോഴും ഓണായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഡ്രോയിക്കകത്ത് ബേസിക്കലി ഉള്ളത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ വരും. ഞാൻ പറഞ്ഞുതരാം. റെക്റ്റാങ്കിൾ, പോളിഗൺ വരും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ റെക്റ്റാങ്കിളിലേക്ക് പോകാം. റെക്റ്റാങ്കിളിൻ്റെ കമാൻഡ് ഏലിയാസ് REC, റെക്റ്റാങ്കിളിൻ്റെ ഫസ്റ്റ് 3 ഡിജിറ്റ് REC എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പറയുന്നുണ്ട്. ഫസ്റ്റ് കോർണർ ഞാൻ സ്പെസിഫൈ ചെയ്തു. അതർ കോർണർ പറയുന്നുണ്ട്. കണ്ടില്ലേ? റെക്റ്റാങ്കിൾ എങ്ങോട്ടാണ് നമുക്ക് ഡയറക്ഷൻ വേണ്ടത് അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളായി. അതല്ല നമുക്ക് ഡയമെൻഷൻ വെച്ചിട്ട് വരയ്ക്കാം. റെക്റ്റാങ്കിൾ വീണ്ടും സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവും. ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. അടുത്തത് പറയുന്നുണ്ട് അവർ ഡയമെൻഷൻ പറയുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ D അടിക്കാം, എൻ്റർ ചെയ്യാം. പിന്നെ ഡയമെൻഷൻ ലെങ്ത് എത്രയാണ്, റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എത്രയാണ്. ഇപ്പോൾ ഒരു 200/100 200 എൻ്റർ അടിക്കുക, 100 എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുവരെ ഫോം ആയിട്ടില്ല. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആവത്തുള്ളൂ. ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളായി. സോ ഇതാണല്ലേ 200/100ൻ്റെ റെക്റ്റാങ്കിളായിരിക്കും. ഓക്കെ, അടുത്ത പോളിഗണിനകത്ത് വരുന്നത് POL ആണ് പോളിഗണിൻ്റെ കമാൻഡ് ഏരിയാസ്.
എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിഗണിനകത്ത് ഇപ്പോൾ 4 സൈഡാണ് ഉള്ളത്. പോളിഗൺ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 3 സൈഡ് വെച്ചിട്ടായിരിക്കും, അതാണ് ട്രയാങ്കിൾ. ഇപ്പം ഞാൻ എക്സാമ്പിൾ 3 ആയിട്ട് തന്നെ ചെയ്യാം. 3 എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിഗണിൻ്റെ സെൻറ്റർ പോയിൻറ്റ് പിക്ക് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. സെൻറ്റർ പോയിൻറ്റ് പിക്ക് ചെയ്ത് ഞാൻ എപ്പോഴും ഒരു പോളിഗൺ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ പുറത്തായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഒരു പോളിഗൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിപ്പം ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളും പറയുന്നുണ്ട്, സർക്കംസ്ക്രൈബ്ഡ് ഇൻ സർക്കിളും പറയുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ അത് ഞാൻ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഒരു സർക്കിൾ കണ്ടില്ലേ? ഓക്കെ, ഇൻസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വരും സർക്കിളിൻ്റെ. ഓക്കെ, സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ആ സർക്കിളിൻ്റെ പുറത്ത് വരും. കണ്ടില്ലേ? ഇങ്ങനെയായിരിക്കും എപ്പോഴും ഒരു പോളിഗൺ നമ്മൾ ഫോം ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. POL എൻ്റർ, നടുക്കത്തെ പോയിൻറ്റ് പിക്ക് ചെയ്തു, എത്ര സൈഡാണോ അത്ര അടിച്ചു, നടുക്കത്തെ പോയിൻറ്റ് പിക്ക് ചെയ്തു. അതിനുശേഷം അവർ പറയുന്നുണ്ട് ഇൻസ്ക്രൈബ്ഡ് ആണോ സർക്കംസ്ക്രൈബ്ഡ്. I ആണ് ഇപ്പോൾ ഡിഫോൾട്ട് എടുക്കുന്നത്, ഞാൻ അത് തന്നെ എടുത്തു. അല്ലെങ്കിൽ C എടുക്കാം. ഫോർ എക്സാമ്പിൾ C എൻ്റർ. ആ ഒരു സർക്കിളിൻ്റെ കണ്ടില്ലേ ഫേസിലാണ് വന്നേക്കുന്നത്. മറ്റേത് വന്നിരുന്നെങ്കിൽ കോർണറിൽ വന്നേനെ ട്രയാങ്കിളിൻ്റെ ആ ഒരു റേഡിയസ്. ഈ സർക്കിളിൻ്റെ പുറത്ത് ഓഫാണ് ഇപ്പം. അപ്പോൾ റേഡിയസ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. റേഡിയസ് നമുക്കൊരു 500 റേഡിയസ് വേണം. ഓക്കെ, 500 റേഡിയസിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. 500 റേഡിയസ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നമ്മൾ സർക്കംസ്ക്രൈബ്ഡാണ് കൊടുത്തത്, അതുകൊണ്ട് സർക്കിൾ ഇവിടെയാണ്. ഇൻസ്ക്രൈബ്ഡ് കൊടുത്തിരുന്നെങ്കിൽ സർക്കിൾ ഇവിടെ വന്നേനെ. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് ഇതിൻ്റെ റേഡിയസ് വിൽ ബി നമ്മൾ ടൈപ്പ് ചെയ്ത് 500. കണ്ടോ? സർക്കംസ്ക്രൈബ്ഡ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വേണം പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ശരിക്കും പറഞ്ഞാൽ 1000 വരും. ശരി, അങ്ങനെയാണ് നമ്മളൊരു പോളിഗൺ ഫോം ചെയ്യുന്നത്. ഒരു ഹെക്സഗണോ ഒക്ടഗണോ എന്ത് വേണം ഫോം ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഒക്ടഗൺ ഫോം ചെയ്യണം, 8 സൈഡ്സ്. അപ്പം POL അടിക്കുക. എത്ര സൈഡ്? 8 സൈഡ് ഉണ്ട്. സെൻറ്റർ പോയിൻറ്റ് പിക്ക് ചെയ്തു, സർക്കംസ്ക്രൈബ് ഇൻസ്ക്രൈബ് പിക്ക് ചെയ്തു. കണ്ടില്ലേ? നമുക്ക് അതിൻ്റെ റേഡിയസ് മാത്രം പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനൊരു ഹെക്സഗൺ അല്ലെങ്കിൽ ഒക്ടഗൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രോ പാനലിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അടുത്ത നമുക്ക് മോഡിഫിക്കേഷൻ ടൂൾസാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ത്രൂ ഔട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു റൂം പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. 300 by 300 റൂം ഞാൻ വരച്ചിട്ടുണ്ട്. 20 തിക്നെസ്സിലൊരു വോളും വരച്ചിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ടൂൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. അതിന് തന്നെ നമുക്ക് മൂവിങ് ടൂൾ എന്താണെന്നുള്ളത് നോക്കാം. മൂവിങ് ടൂളിൻ്റെ കമാൻഡ് ഏലിയസാണ് എം ക്ലിക്ക് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അടുത്തവർ ചോദിക്കുന്നത് സെലക്ട് ഓബ്ജക്റ്റ് ആണ്. എനിക്കിപ്പോൾ ഈ 2 ലൈൻ സെലക്ട് ചെയ്യണം. 2 ലൈൻ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. അടുത്ത നമ്മൾ മൂവിങ് ടൂളിൻ്റെ ബേസ് പോയിൻറ്റ് ഒന്നെങ്കിൽ ഇവിടെ പിക്ക് ചെയ്യാം, എവിടെയെങ്കിലും പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തു, ഇങ്ങോട്ട് നീക്കി. ഓർത്തോ ഓണാക്കിയേക്കാം. ഇങ്ങോട്ട് നീക്കി. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെന്നുള്ളത് നമുക്ക് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1500 mm മാറിയിട്ട് വേണം ആ ഒരു വോൾ വേണ്ടത്. ഓക്കെ, ഇതാണ് മൂവിങ് ടൂൾ. അടുത്തത് മൂവിങ് ടൂൾ പോലെ തന്നെ ഉള്ളതാണ് കോപ്പിയുടെ കമാൻഡ് ഏലിയസാണ് CO അല്ലെങ്കിൽ CP. ഇത് രണ്ടും യൂസ് ചെയ്യാം. ഞാനിവിടെ CP യൂസ് ചെയ്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. അടുത്തവർ ചോദിക്കുന്നു സെലക്ട് ഓബ്ജക്റ്റ്, സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. അടുത്തവർ ചോദിക്കുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ബേസ് പോയിൻ്റ് ആദ്യം പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ബേസ് പോയിൻ്റ് പിക്ക് ചെയ്തു. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ മറ്റേത് അവിടെ തന്നെ ഇരിക്കും. കണ്ടോ? കോപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അടിക്കാം. വീണ്ടും ഞാനൊരു 1500 അടിച്ചു, എൻ്റർ അടിച്ചു. കണ്ടില്ലേ? അവിടെ വന്നു. എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ കോപ്പിങ് ടൂൾ ക്യാൻസലായി. ഇങ്ങനെയാണ് കോപ്പിയും മൂവും വർക്ക് ചെയ്യുന്നത്. അടുത്ത നമുക്ക് റൊട്ടേറ്റ് ആണ്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു 2 ലൈൻസ് റൊട്ടേറ്റ് ചെയ്യണം. അതിനായിട്ട് കമാൻഡ് ഏലിയസ് RO ആണ് റൊട്ടേറ്റിൻ്റെ കമാൻഡ് ഏലിയസ്. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് പോയിൻ്റ് പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് റൊട്ടേഷൻ്റെ നമ്മൾ എപ്പോഴും റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഒരു
സർക്കിളിലായിരിക്കും റൊട്ടേറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ബേസ് പോയിൻറ്റ്. ഓക്കെ, അതായത് ഞാനിപ്പം ഇവിടെയാണ് ബേസ് പോയിൻറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ മിഡ് പോയിൻറ്റ്. കണ്ടില്ലേ, ഓർത്തോ ഓൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുന്നത്. ഓർത്തോ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അത് നമുക്ക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സ്പെസിഫിക് റൊട്ടേഷൻ ആംഗിൾ. ഞാൻ 45 ഡിഗ്രിയിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടാണ് വേണ്ടത്. 45 അടിക്കാം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 45 ഡിഗ്രിയിൽ ആംഗിൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ബേസ് പോയിൻറ്റ് ചുമ്മാ വരച്ചിട്ട് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. കണ്ടില്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റൊട്ടേഷൻ. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ബേസ് പോയിൻറ്റ് പിക്ക് ചെയ്തത്. അതിന് പകരം ഞാൻ തിരിച്ച് നടുക്കാണ് ബേസ് പോയിൻറ്റ് പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആരോ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓബ്ജക്റ്റ്, സെൻറ്റർ പോയിൻ്റാണ് ഞാനിപ്പോൾ ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അവിടെ നിന്നാണ് റൊട്ടേറ്റ് ആവുന്നത്. എവിടെയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് അതായിരിക്കും ആ സർക്കിളിൻ്റെ ബേസ് പോയിൻ്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് വേണ്ടതാണ് മിറർ. എനിക്ക് ഈ ഒരു കാര്യം ഇവിടെ മിററായിട്ട് വേണം. ഓക്കെ, മിറർ എന്ന് പറയുമ്പോൾ നമുക്കൊരു മിറർ ലൈൻ ഉണ്ടാവും അല്ലെങ്കിൽ മിറർ ആക്സിസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം തൽക്കാലം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, ചുമ്മാ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മിററിന് പകരം ഞാൻ മിറർ ടൈപ്പ് ചെയ്തിട്ട് ഇതായിരിക്കും ഈ ഒരു ലൈൻ ആണ് ഞാൻ മിറർ ലൈൻ അല്ലെങ്കിൽ മിറർ ആക്സിസ് ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഡിസ്റ്റൻസിൽ ഇതേ അളവിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു മിറർ സെയിം എലമെൻറ്റ്സ് തന്നെ ഇപ്പുറത്തോട്ട് മിറർ ചെയ്യാൻ പറ്റും. മിററിൻ്റെ കമാൻഡ് ഏരിയസ് MI ആണ്. എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിക്കാം. കണ്ടോ, സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് മിറർ ലൈൻ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും മിറർ ലൈൻ പിക്ക് ചെയ്തു. സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, ഇവിടെ പിക്ക് ചെയ്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മിറർ കിട്ടും. ഓക്കെ, നമുക്കിവിടെ മിറർ വേണം, പക്ഷേ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മിറർ എടുക്കുക, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമ്മൾ മിറർ ലൈൻ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം അവർ ചോദിക്കും സോഴ്സ് ഒബ്ജക്റ്റ്, അതായത് ഒറിജിനൽ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ. നമ്മൾ ഇപ്പോൾ നോ ആണ് ഡിഫോൾട്ട് എടുക്കണേ. വേണമെന്നുണ്ടെങ്കിൽ Y അടിക്കുക, എൻ്റർ അടിക്കുക. കണ്ടില്ലേ, സോഴ്സ് ഒബ്ജക്റ്റ് പോയി, അതിന് പകരം വേറൊരു ഒബ്ജക്റ്റ് വന്നു. ഓക്കെ, അതാണ് മിറർ ലൈൻ. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചതാണ്. ലൈൻ വരച്ചില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിററായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നതാണ് ട്രിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ്. ട്രിമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്റ്റെൻഡ്. അതുകൊണ്ട് തന്നെ ട്രിം കമാൻഡ് ഇരിക്കുമ്പോൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് കമാൻഡ് ഇരിക്കുമ്പോൾ തന്നെ ട്രിം ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ രണ്ടും പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എക്സ്റ്റെൻഡ് ഇവിടെ പറഞ്ഞുതരാം. അതാകുമ്പോൾ ഇതിൽ തന്നെ എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഞാൻ എക്സ്റ്റെൻഡിൻ്റെ കമാൻഡ് ഏരിയസ് ആണ് EX. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു പോയിൻറ്റിലേക്ക് ഇവിടം വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ 2 ലൈൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ലൈൻ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഈ ലൈൻ വരെ ആയിരിക്കും നമ്മൾ എന്ത് സെലക്ട് ചെയ്തതിൽ എക്സ്റ്റെൻഡ് ആവുന്നത്. കണ്ടില്ലേ, ഏതാണോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ വരെ എക്സ്റ്റെൻഡ് ആവും. കണ്ടില്ലേ. ഓക്കെ, അതേസമയം നമുക്ക് ഈ ലൈൻ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EX അടിക്കുക, എൻ്റർ അടിക്കുക, ക്ലിക്ക് ചെയ്യുക ഈ ലൈൻ വരെ. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടം വരെ എക്സ്റ്റെൻഡ് ആകത്തുള്ളൂ. മറ്റേത് അവിടം വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫസ്റ്റ് ലൈൻ വരെ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ആക്കാൻ പറ്റത്തില്ല, കാരണം ആ ലൈൻ നമുക്കിവിടെ തീർന്നു പോയി. അതുകൊണ്ടാണ് ഒരു ക്രോസ് സിമ്പിൾ വരുന്നത്. ഇവിടെ ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് മനസ്സിലായല്ലോ. ഇൻ ട്രിം എനിക്കിവിടെ വേണ്ടായിരുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ട്രിം TR ആണ് കമാൻഡ് ഏരിയസ് ട്രിമ്മിൻ്റെ. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഏതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടാത്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ പിക്ക് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക, ട്രിം ചെയ്യുക. കണ്ടോ. ഓക്കെ, മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാൻ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ട്രിം നമുക്ക് ലൈൻ സെലക്ട് ചെയ്യേണ്ട, അല്ല ത്രൂ ഔട്ട് അവിടെ വരെ വേണം എന്നുണ്ടെങ്കിൽ EX അടിക്കുക, ഡബിൾ എൻ്റർ അടിക്കുക, 2 പ്രാവശ്യം എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങോട്ട് വേണോ, ഇത് ക്ലിക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ആയി. ഇവിടെ വേണോ, എക്സ്റ്റെൻഡ് ആയി. ഇവിടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ്. കണ്ടില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്റ്റെൻഡ് നിൽക്കുമ്പോൾ തന്നെ ട്രിം ചെയ്യാം, ട്രിം നിൽക്കുമ്പോൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ എക്സ്റ്റെൻഡ് കമാൻഡ് ആക്ടിവേറ്റഡ് ആണ്. എനിക്കിനി ഇത് ട്രിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഷിഫ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടില്ലേ ക്രോസ് സിമ്പിൾ വരുന്നത്. ഇപ്പോൾ പക്ഷേ എക്സ്റ്റെൻഡ് കമാൻഡാണ്, നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും ഇങ്ങനെ. കണ്ടില്ലേ, ട്രിമായി. അതുപോലെ തന്നെ ട്രിം കമാൻഡിൽ നിൽക്കുമ്പോൾ ട്രിം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യണം, പിന്നെ ഡിലീറ്റ് ചെയ്യണം. അല്ലാതെ തന്നെ എക്സ്റ്റെൻഡ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് അതും ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഇതെനിക്ക് ട്രിം ചെയ്യണം. അപ്പോൾ TR അടിക്കുക, ഡബിൾ എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് വേണമെങ്കിലും ട്രിം ചെയ്യാം നമുക്ക്. ഇത് ട്രിം ചെയ്യണോ? ട്രിം ചെയ്യാം. ഇത് ട്രിം ചെയ്യണോ? ട്രിം ചെയ്യാം. കണ്ടില്ലേ? പക്ഷേ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? ഇനി നമുക്ക് ഒരു ക്യാമറയിൽ നിൽക്കുമ്പോൾ തന്നെ ട്രിമ്മും എക്സ്റ്റെൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പറ്റും. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആയി. അടുത്തത് വരുന്നതാണ് സ്കെയിൽ. സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ നമ്മൾ ശരിക്കും ഉള്ളൊരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് സെയിം സ്കെയിൽ തന്നെ ആയിരിക്കും, പക്ഷേ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് വരയ്ക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു റൂം ഇപ്പോൾ ഇത് എത്രയാണ് ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, 300 by 300 ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിൾ എനിക്ക് പകുതിയാക്കണം. ഇതിപ്പോൾ 300 ആണ്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 300 ആണ്, എനിക്കിതിപ്പോൾ പകുതിയാക്കണം. ഓക്കെ, പകുതിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഡൗൺ ചെയ്യുക, 0.5 ആയിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യുക. അതായത് 300 എന്നുള്ളത് 150 ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കമാൻഡ് ഏലിയാസ് ഫോർ സ്കെയിൽ ഈസ് SC അടിക്കുക, എൻ്റർ. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ. ബേസ് പോയിൻ്റ് പിക്ക് ചെയ്യുക. എവിടെ നിന്നാണ് സ്കെയിൽ ചെയ്യേണ്ടത്? ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ സ്കെയിൽ ആവും. ഓക്കെ, അതേസമയം നടുക്കുന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കെയിൽ ആവും. ഓക്കെ, ഞാൻ സെൻറ്റർ പിക്ക് ചെയ്തു. ഇപ്പോൾ അത് എത്രയാണ് സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടത് പിക്ക് ചെയ്തല്ലോ. പിക്ക് ചെയ്തതിനെയും സ്കെയിൽ ഫാക്ടർ നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. 0.5 അടിച്ചു കഴിഞ്ഞാൽ പകുതിയാവും. പകുതിയായി, 150. അതേസമയം ഡബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശരിക്കുക, സെലക്ട് ചെയ്യുക, ബേസ് പോയിൻ്റ് എവിടെയെല്ലാം ഞാൻ പിക്ക് ചെയ്തു, 2 അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ ആവും, 2 ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് നേരത്തെ എത്രയായിരുന്നു? 200 അല്ലായിരുന്നോ? 300 അല്ലായിരുന്നോ? ഇപ്പോൾ അത് 600 ആവും. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ഡൗണും സ്കെയിൽ അപ്പും ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ ഫില്ലറ്റും ചാംഫറും പറഞ്ഞുതരാം. ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എഡ്ജിനെ കർവ് ചെയ്യുന്നതിനാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. ചാംഫർ എന്ന് പറയുമ്പോൾ നമ്മളൊരു എഡ്ജിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ്, അതായത് ഒരു ആംഗിൾ വൈസ് കട്ട് ചെയ്യുന്നതിനാണ് ചാംഫർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരെണ്ണം കർവ് ആയിരിക്കും, ഒരെണ്ണം ആംഗിളിലായിട്ടുള്ള ലൈൻ ആയിരിക്കും, അത്രേ ഉള്ളൂ. രണ്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഫില്ലറ്റിലേക്ക് പോകാം. ഫില്ലറ്റിൻ്റെ കമാൻഡ് ഏലിയാസ് F ആണ്, എൻ്റർ ചെയ്യാം. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ. ഞാൻ ഫസ്റ്റ് ഓബ്ജക്റ്റ് പിക്ക് ചെയ്തു. സെക്കൻഡ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, സെക്കൻഡ് ഓബ്ജക്റ്റ് പിക്ക് ചെയ്തു. ഇവിടെ ഡിഫറൻസ് കാണുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഒരു റെക്റ്റാങ്കിളാണ് അല്ലേ. പക്ഷേ ഇവിടെ 2 ലൈൻ കാണുന്നില്ലേ. ഞാൻ കമാൻഡ് ഏലിയാസ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തു, F എൻ്റർ. ഫസ്റ്റ് ലൈൻ പിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് പിക്ക് ചെയ്തു, സെക്കൻഡ് എലമെൻറ്റ് പിക്ക് ചെയ്തു. കണ്ടില്ലേ, ജോയിൻ ആവുന്നുണ്ടല്ലേ. അങ്ങനെ 0 റേഡിയസിൽ ജോയിൻ ആവാൻ ഫില്ലറ്റിനെ കൊണ്ട് പറ്റും. അതേസമയം നമുക്കിവിടെ ഒരു ആർക്ക് വേണമായിരുന്നു. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലറ്റ് റേഡിയസ് എടുക്കുക. ഞാനൊരു 20 mm റേഡിയസിൽ നമുക്കവിടെ ഒരു ഫില്ലറ്റ് ആർക്ക് വേണം. അതായത് ഇത് രണ്ടും തമ്മിൽ ഫസ്റ്റ് എലമെൻറ്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് എലമെൻറ്റ് പിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഒരു ആർക്ക് ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ആർക്ക്. നമ്മൾ ഫില്ലറ്റിനകത്ത് എപ്പോഴേലും ഒരു പ്രാവശ്യമെങ്കിലും റേഡിയസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റേഡിയസ് ആയിരിക്കും ത്രൂ ഔട്ട് ഡ്രോയിങ്ങിനകത്ത് വരിക. അതുകൊണ്ട് റേഡിയസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫില്ലറ്റ് കയറിയിട്ട് മാറുക. ഞാൻ കമാൻഡ് ഏലിയാസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് അല്ലെങ്കിൽ എൻ്റർ അടിച്ചു. ഇതിനകത്ത് റേഡിയസ് ഉണ്ട്, R എൻ്റർ അടിച്ചു. കണ്ടോ 20 കിടക്കാണ് ഇപ്പോഴും. ഞാൻ 0 അടിച്ചു, ക്ലിക്ക്. അപ്പോൾ നമുക്കിത് വീണ്ടും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് മാറി. വീണ്ടും നമുക്ക് ഫില്ലറ്റായിട്ട് തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാം. ഇത് ലൈൻ ആയതുകൊണ്ട് ആ കർവ് അതുപോലെ തന്നെ കിടക്കും. നമ്മൾ സെപ്പറേറ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഇതാണ് ഫില്ലറ്റ്. ഇനി ചാംഫർ ഞാൻ പറയാം. ചാംഫർ ഇപ്പോൾ നമ്മൾ ഫില്ലറ്റ് ആർക്കാണെന്നുണ്ടെങ്കിൽ ചാംഫർ ആംഗിൾ വൈസ് ആയിരിക്കും. ഓക്കെ, ചാംഫറിൻ്റെ കമാൻഡ് ഏലിയാസ് ആണ് CH, എൻ്റർ അടിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ നടക്കായിട്ട് ആംഗിൾ ചോദിക്കുന്നുണ്ട് അവർ. ഓക്കെ, 2 ആംഗിൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ആ ലൈനിൻ്റെയും വെർട്ടിക്കലായിട്ട് പോകുന്നതിൻ്റെ ആ ലൈനിൻ്റെയും രണ്ടിൻ്റെയും ആംഗിൾ എവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ടൊരു ചാംഫർ ചെയ്യാനായിട്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആംഗിൾ എടുത്തു. അപ്പോൾ ആദ്യത്തെ ലൈനിന് എത്ര ആംഗിൾ വേണം? ഞാൻ ഒരു 45 ഡിഗ്രി അടിച്ചു. രണ്ടാമത്തെ ആംഗിളിൽ എനിക്കൊരു 45 ഡിഗ്രി മതി, അടിച്ചു. ഓക്കെ, ഇനി അവർ ഫസ്റ്റ് ലൈൻ പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, സെക്കൻഡ് ലൈൻ പിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കണ്ടോ
രണ്ടിനും 45 വെച്ചിട്ട് ഒരു ഇത് ഫോം ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാം, കണ്ടില്ലേ? അതേസമയം ഒരു ആംഗിൾ 60യും ഒരു ആംഗിൾ 45 വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും CH എടുക്കുക, ആംഗിൾ എടുക്കുക. ഫസ്റ്റ് വൺ 45, അടുത്തത് 60. നോക്കണം, കണ്ടില്ലേ? ഈ ആംഗിൾ 60യും ഈ ആംഗിൾ 45ഉം കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ ചാംഫർ ഫില്ലറ്റും ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ പോളി ലൈൻ PL അടിക്കുക. നമ്മളൊരു പോളി ലൈൻ ഇവിടെ വരച്ചു. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ പോളിഗൺ, ഇതെല്ലാം പോളി ലൈൻസാണ്, കണ്ടില്ലേ? ഇതെല്ലാം പോളി ലൈൻസാണ്. ഇങ്ങനൊരു പോളി ലൈൻ നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യണം, അതായത് സ്പ്ലിറ്റ് ചെയ്ത് നോർമൽ ലൈൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എക്സ്പ്ലോഡ്. യൂസ് ചെയ്യുന്ന ടൂളാണ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ടൂളാണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡിൻ്റെ ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ കമാൻഡ് ഏരിയസ് X ആണ്. X അടിക്കുക, ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓബ്ജക്റ്റ്, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായി, കണ്ടില്ലേ? ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യണോ? അതുപോലെ തന്നെ X അടിക്കുക, എൻ്റർ അടിക്കുക, ഓബ്ജക്റ്റ്, എൻ്റർ, സ്പ്ലിറ്റായി. ഇതും അങ്ങനെ തന്നെ X അടിക്കുക, ഒബ്ജക്റ്റ് വയ്ക്കുക, എൻ്റർ അടിക്കുക, സ്പ്ലിറ്റായി, കണ്ടില്ലേ? പോളിലൈനെല്ലാം മാറിയിട്ട് നോർമൽ ലൈൻസ് ആയത്. ഓക്കെ, ഇനിയും അടുത്ത ഒരു മോഡിഫിക്കേഷൻ ടൂള് മാച്ച് പ്രോപ്പർട്ടീസ് ആണ്. അത് ഞാൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ അടുത്തത് ഞാൻ വരുന്നത് അറേയിലേക്കാണ്. അറേ ഇപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറേ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക SPL വെച്ചിട്ട്. ഓക്കെ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. AR ആണ് അറേയുടെ കമാൻഡ് ഏരിയാസ്. ക്ലിക്ക് ചെയ്യുക, ഓബ്ജക്റ്റ് പിക്ക് ചെയ്യുക, പാത്ത് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുക, PA. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പാത്താണ്, PA ആണ് പാത്തിൻ്റെ കമാൻഡ് ഏരിയാസ്. അതിനകത്തുള്ളിൽ PA ആണ് ബ്ലൂ കളറുള്ളത്. PA അടിക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു പാത്ത് പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടില്ലേ? അത്രയും സർക്കിൾസ് നമ്മൾ ആ ഒരു പാത്തിൽ കൂടെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ സ്പെസിഫൈ ചെയ്യാം. എനിക്കിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിൽ വരും. നമുക്കിങ്ങനെ മാനുവലായിട്ട് പിക്ക് ചെയ്തും കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പാത്തിലാണ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ പല രീതിയിൽ അറേ ചെയ്യാൻ പറ്റും. ഓക്കെ, പോളാറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കാം. ഇതിപ്പോൾ റൗണ്ടിൽ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ AR, സെലക്ട് ഓബ്ജക്റ്റ്, കണ്ടില്ലേ? ഇതിനകത്ത് പോളാറുണ്ട്, PO, എൻ്റർ ചെയ്യുക. ഇതിനകത്ത് സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ അറേ എവിടെയാണോ വേണ്ടത്, ഇവിടെയാണ് എനിക്ക് മിഡ് പോയിൻ്റ് വേണ്ടത്, ഇതിൻ്റെ ചുറ്റിനാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്യുക, കണ്ടില്ലേ അറേ വന്നത്? നമുക്കിതിനകത്ത് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് മോഡിഫിക്കേഷൻ ടൂൾസ്. ബേസിക്കായിട്ടുള്ള എല്ലാ മോഡിഫിക്കേഷൻ ടൂൾസും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വരുന്നതാണ് അനോട്ടേഷൻ. ഓക്കെ, അപ്പം നമുക്ക് അനോട്ടേഷൻ സെക്ഷനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണാം. ടെക്സ്റ്റ് കാണാം, ഡയമെൻഷൻ കാണാം, അതുപോലെ ലീഡർ കാണാം. ഇത് മൂന്നുമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ്. നമുക്കൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമാൻഡാണ് T, എൻ്റർ. ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുകൊണ്ടും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് കാണാൻ പറ്റുന്നത് സ്കെയിൽ ചെറുതായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബെഡ്റൂം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ മിഡിലാക്കാണ്, സെൻട്രൽ വരും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത് സിമ്പിളാണ്. T അടിക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ അടുത്തത് കിച്ചൺ സ്പെസിഫൈ ചെയ്യുക, സെൻറ്റർ. അതുപോലെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ മേളിൽ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിയൻ ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്ക് 300 സ്ക്വയർ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 300 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ M2 ഇത്ര അടിച്ചല്ലോ. ഇപ്പോൾ ഇത് സെയിം ലൈൻ തന്നെയല്ലേ വരുന്നത്. ഈ 2 റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 മാത്രം പിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ X raised to എന്ന് പറയുന്നൊരു
സൂപ്പർ സ്ക്രിപ്റ്റ് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിലാവും. കണ്ടല്ലേ, മെറ്റ് സ്ക്വയർ. ഓക്കെ, ഇത്രേ ഉള്ളൂ ടെക്സ്റ്റ്. അത് ബേസിക്കാണ്, സിമ്പിളാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഡയമെൻഷൻസ് ആണ്. അത് വളരെയധികം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ ഒരു 3000 by 3000 ഒരു റൂം വരച്ചിട്ടുണ്ട്. 20 തിക്നെസ് വോളും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സൈഡ് ടേബിൾ ഞാനൊരു ആംഗിളിൽ വരയ്ക്കുകയാണ്. ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ആംഗിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പോളാർ പിക്ക് ചെയ്തു 45 ഡിഗ്രിയിൽ. ഓക്കെ, പിക്ക് ചെയ്തു. ഇത് നമ്മൾ ട്രിം ചെയ്യാൻ പോവാണ്. TR ഡബിൾ എൻ്റർ ട്രിം ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. EX ഡബിൾ എൻ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇത് ഓഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കമാൻഡ് ഞാൻ പറഞ്ഞുതരാം. ഓഫ് സെറ്റിൻ്റെ കമാൻഡ് എലിയാസ് O ആണ്. O അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് സെറ്റ് ചെയ്യാം. അതായത് ഇവിടുന്ന് എനിക്കൊരു 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോർ വേണം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഓഫ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 900 mm എൻ്റർ ക്ലിക്ക് ചെയ്തു. ഏത് ഒബ്ജക്റ്റാണ് ഓഫ് സെറ്റ് ചെയ്യേണ്ടത് പിക്ക് ചെയ്തു, ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ അത് 900 ആണ് ഡിസ്റ്റൻസ്. സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആയി. ഇത് ഞാൻ ട്രിം ചെയ്തു, ഡബിൾ എൻ്റർ. കണ്ടില്ലേ, ഇപ്പോൾ ഓഫ് സെറ്റ് കമാൻഡ് മനസ്സിലായല്ലോ. ഓഫ് സെറ്റ് കമാൻഡ് ഇപ്പോൾ ഇത് എനിക്ക് ഇങ്ങോട്ടൊരു 10 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 mm O അടിച്ചു, ക്ലിക്ക് ചെയ്തു. ഒരു 100 ക്ലിക്ക് ചെയ്തു, ഒബ്ജക്റ്റ് പിക്ക് ചെയ്യുക. ഇങ്ങനെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിക്ക് ചെയ്യുക, വീണ്ടും. അങ്ങനെയാണ് നമ്മൾ ഓഫ് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇതുപോലെ, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു റൂം വരച്ചു, ഒരു സൈഡ് ടേബിൾ വരച്ചു. ഇവിടെ നടുക്ക് ഒരു ഞാൻ സെൻറ്റർ ടേബിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്ററിന് D അടിക്കുക, ക്ലിക്ക് ചെയ്യുക. ഒരു 500 ഡയമീറ്ററിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരച്ചു. ഇവിടെ ഒരു ആർക്കും കൂടെ ഞാൻ വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരച്ചു. ഇനി നമുക്ക് ഡയമെൻഷനിലേക്ക് പോകാം. ഡയമെൻഷൻ കുറച്ച് ടൈപ്പ് ഓഫ് ഡയമെൻഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ലീനിയർ ഡയമെൻഷൻ. ലീനിയർ ഡയമെൻഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ലിസ്റ്റാണ് DLI. DLI എന്ന് പറയുമ്പോൾ ലീനിയറായിട്ട് മാത്രമേ നമുക്ക് ഡയമെൻഷൻ വരുള്ളൂ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യാൻ പറയും, ഒരു സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യാൻ പറയും. കണ്ടില്ലേ, ലീനിയറായിട്ടാണ് ഡയമെൻഷൻ വന്നത്. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. ഈ റൂമിൻ്റെ അകത്തെ മെഷർമെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ പിക്ക് ചെയ്താലും ലീനിയറായിട്ടേ വരുള്ളൂ. കണ്ടില്ലേ, ലീനിയർ ഡയമെൻഷനായിട്ടേ വരുള്ളൂ 300. ഇതിവിടെ എവിടെ പിക്ക് ചെയ്താലും ലീനിയറായിട്ടേ വരുള്ളൂ, ഇൻക്ലൈൻഡ് ആയിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ ഡയമെൻഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ആംഗുലാറിൽ നമുക്ക് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ TAL ആണ്. ഓക്കെ, ഡയമെൻഷൻ അലൈൻഡ് എന്ന് പറയും. പിക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക. കണ്ടില്ലേ ആംഗിൾ വന്നത്. ഈ ഡയമെൻഷൻ ആംഗിൾ ചെയ്തിട്ട് നമ്മൾ ഇതൊരു സ്ട്രൈറ്റ് ആയിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇതിവിടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡായിട്ട് വരുള്ളൂ, ആംഗിളായിട്ട് വരത്തുള്ളൂ. മനസ്സിലായോ? അതിന് DLI തന്നെ യൂസ് ചെയ്യുക, ഇതിന് ഡയമെൻഷൻ ആംഗുലർ യൂസ് ചെയ്യുക. ഓക്കെ, സോറി, ആംഗുലർ അല്ല, അലൈൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നുള്ളതാണ് ഡയമെൻഷൻ റേഡിയസ്. ഈ ഒരു സർക്കിളിൻ്റെ ഡയമെൻഷൻ റേഡിയസ് അറിയണമെന്നുണ്ടെങ്കിൽ DRA അടിക്കുക. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് അറിയണമെങ്കിൽ ജസ്റ്റ് സർക്കിളിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് കാണിക്കും. കണ്ടില്ലേ, റേഡിയസ് 250. ഈ ഒരു ആർക്കിൻ്റെ ആണെങ്കിലും കമാൻഡിലേസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സ്പേസ് അടിക്കുക. കണ്ടില്ലേ, ആർക്കിൻ്റെ റേഡിയസ്. ഇനി ഇതിൻ്റെ ഡയമീറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ DDI ഡയമെൻഷൻ ഡയമീറ്റർ ക്ലിക്ക് ചെയ്യുക. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടി 500. ഇതിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. കണ്ടില്ലേ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ഡയമെൻഷൻസ് ഉള്ളത്. പിന്നെ വേറെ ഒരു കാര്യം വരുന്നത്, നമ്മളിവിടെ 45 ആംഗിളിലല്ലേ വരച്ചത്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ആംഗിളുണ്ട്. അതായത് DAN അടിച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ആംഗുലാർ കിട്ടും. ഫസ്റ്റ് ബേസ് പോയിൻ്റ് പിക്ക് ചെയ്യുക, സെക്കൻഡ് പിക്ക് ചെയ്യുക. ആംഗിൾ നമുക്ക് അറിയാൻ പറ്റും 45 ഡിഗ്രി. കണ്ടില്ലേ, ഇതും 45 ആണ്. കണ്ടില്ലേ,
ഇപ്പുറത്ത് വേണേൽ അതും എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ ആംഗുലർ, അലൈൻഡും ആംഗുലറും തമ്മിൽ മാറിപ്പോണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് അലൈൻഡാണ്, ഇതിപ്പോൾ ആംഗിളാണ്, ആംഗുലർ. ഓക്കെ, ഇത്രയാണ് ഡയമെൻഷൻസ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ അനോട്ടേഷനാണ് ലീഡർ. LE ആണ് അതിൻ്റെ കമാൻഡ് എലിയാസ്. LE അടിക്കുക, ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക ലീഡറിൻ്റെ, സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക, ഞാൻ ഓർത്ത് ഓണാക്കട്ടെ, തേർഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക, എൻട്രി ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു എൻട്രി ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തോലും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ 200 mm തിക്ക് വാൾ. ഓക്കെ, നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് ചെറുതാണ്, നമുക്കത് വലുതാക്കാം. ഈ ആരോയും ചെറുതാണ്, അത് നമുക്ക് വലുതാക്കാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ലീഡർ മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ലീഡർ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കമാൻഡിൽ LE എൻ്റർ, ഫസ്റ്റ് പോയിൻറ്റ്, സെക്കൻഡ് പോയിൻ്റ് വരെ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ഇവിടെ തേർഡ് പോയിൻ്റ് വരെ എടുത്തിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് പോയിൻ്റ് വരെ മതി എന്നുണ്ടെങ്കിൽ എൻ്റർ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു എൻ്റർ ക്ലിക്ക് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. നമുക്ക് കണ്ടില്ലേ? അത്രയാണ് അനോട്ടേഷനെ പറ്റിയിട്ട് ഞാനിപ്പം പറയുന്നത്. അടുത്തൊരു മെയിൻ കാര്യം അല്ലെങ്കിൽ അടുത്തൊരു മെയിൻ സംഭവം നമുക്ക് പഠിക്കാനുള്ളത് ലെയേഴ്സാണ്. ലെയേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ ലെയേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റേതായിട്ടുള്ള ലെയേഴ്സ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുകയാണ്. റൂം നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ ഒരു വിൻഡോ വരയ്ക്കുകയാണ്. ഓക്കെ, വിൻഡോ വരച്ചു. ഞാനിവിടെ ഒരു ബെഡ്, ജസ്റ്റ് ഒരു ബെഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത്രയൊന്നും ചെയ്തതാണ്. അപ്പോൾ ലെയർ പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ LA എൻ്റർ ആണ് കമാൻഡ് എലിയാസ്. ലെയർ പ്രോപ്പർട്ടീസിൻ്റെ ലെയർ പ്രോപ്പർട്ടീസിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് ഡെഫ് പോയിൻറ്റ്സ് ഉണ്ട്. ഡെഫ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലെയറിനകത്തേക്ക് നമ്മൾ എന്തൊരു കാര്യം കൊണ്ടിട്ടാലും അത് പ്രിൻ്റ് ആവില്ല, ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡെഫ് പോയിൻ്റ് ആണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക. നമുക്ക് ഡിസ്പ്ലേയിൽ കാണണം, പക്ഷേ പ്രിൻ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡെഫ് പോയിൻറ്റിലിട്ടിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് മുകളിലായിട്ട് നമുക്കൊരു പ്ലസ് സിമ്പിൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയേഴ്സ് ഇങ്ങനെ ആഡ് ആവും. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലെയർ ഉണ്ടാക്കുകയാണ്. ഒന്ന് വാൾ, സെക്കൻഡ് ലെയർ ഫർണിച്ചർ. ഓക്കെ, തേർഡ് ലെയർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി, അത് എഡിറ്റ് ആവും. ഓക്കെ, വിൻഡോ. ഒരെണ്ണം കൂടെ ഉണ്ടാക്കുകയാണ് ടെക്സ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ടെക്സ്റ്റ് എക്സാമ്പിളാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെയറിലാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അത് ഡീഫോൾട്ട് ആവും. ഇപ്പോൾ വോളിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വരച്ചാലും ഇത് പിന്നെ വോളിലായിരിക്കും ലെയറിൽ വരിക. ഞാനിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല കളേഴ്സ് കൊടുക്കുകയാണ്. വോളിന് ഞാനൊരു റെഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഫർണിച്ചറിന് ഞാൻ ഒരു ഗ്രേ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ഞാനൊരു ബ്ലൂ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പർപ്പിൾ കൊടുക്കുകയാണ്. വിൻഡോയ്ക്ക് ഞാനൊരു ഗ്രീൻ കൊടുക്കുകയാണ്, കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ആ ഒരു ലെയറിൻ്റെ ലൈൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡോട്ടഡ് ലൈൻ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. ആ ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ലൈൻ വെയ്റ്റ്, ലൈനിൻ്റെ തിക്നെസ്, വോളിന് എപ്പോഴും നമ്മളൊരു 20 അല്ലെങ്കിൽ 25 വേണം കൊടുക്കാനായിട്ട്. ഫർണിച്ചറിന് ഏകദേശം ഒരു 18 അല്ലെങ്കിൽ 15 വേണം കൊടുക്കാനായിട്ട്. ടെക്സ്റ്റും സെയിം തന്നെയാണ്, 18 to 15. വിൻഡോ വിൽ ബി ലെസ്സർ ദാൻ ദാറ്റ്, മേ ബി 15. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. അപ്പോൾ മേളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ വോളാണ് സെലക്ട് ആയി കിടക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് വരച്ചാലും അത് വോളിൻ്റെ ലെയറിലായിരിക്കും വരുന്നത്. കണ്ടില്ലേ? എന്ത് വരച്ചാലും അങ്ങനെ വരുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു ടെക്സ്റ്റിലാണ് ഇറക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ ലെയറിൽ എന്ത് വരച്ചാലും വരുള്ളൂ. കണ്ടില്ലേ? ഓക്കെ, എനിക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ 0 ലെയറിലാണ് കിടക്കുന്നത്, അത് വിൻഡോയിലേക്ക് കൊണ്ടുവരണം. കണ്ടില്ലേ? വിൻഡോയിൽ വന്നു. അടുത്ത് എനിക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഇതെല്ലാം വോളിലേക്ക് കൊണ്ടുവരണം. വോൾ
ഇത് ഫർണിച്ചറാണ്. സോ അത് ഫർണിച്ചർ കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത് നമ്മൾ ടെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ടി അടിക്കുക, പിക്ക് ചെയ്യുക, ബെഡ്റൂം, സ്കെയിൽ ചെറുതാണ്, SC എൻ്റർ, പിക്ക് ചെയ്യുക, ഒരു 100 അടിക്കാം. കണ്ടില്ലേ, വലുതായി സ്കെയിൽ. അത് ടെക്സ്റ്റിൽ തന്നെ വരുള്ളൂ, നമ്മൾ ടെക്സ്റ്റിലാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്, അതുകൊണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മാനുവലായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പം ബൈ ലെയർ ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ലെയറിനകത്ത് ഏതാണോ സെറ്റ് ചെയ്യുന്നത് അതേ വരുള്ളൂ. എനിക്കിപ്പോൾ ഇതൊരു ഡോട്ടഡ് ലൈൻ ആക്കണം. ഓക്കെ, ഡോട്ടഡ് ലൈൻ ഡീഫോൾട്ടായിട്ട് കാണില്ല, ഇതിനകത്ത് സ്ട്രേറ്റ് ലൈൻ മാത്രമേ കാണുള്ളൂ, കണ്ടിന്യൂസ് ലൈൻ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഡോട്ടഡ് ലൈൻ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അതേഴ്സ് എടുക്കുക, ലോഡ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു ഡോട്ടഡ് ലൈൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡോട്ടഡ് ലൈൻ മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഡോട്ടഡ് ലൈനായി. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് പറഞ്ഞു തരാമെന്ന്. ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വിൻഡോയുടെ ഈ 2 ലൈൻ ഡോട്ടഡ് ആയിപ്പോയി. ഓക്കെ, എനിക്കത് വിൻഡോയുടെ സെയിം ലെവലിൽ തന്നെ, സെയിം ലെയർ തന്നെ ആക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാച്ച് പ്രോപ്പർട്ടീസ് വെക്കും. മാച്ച് പ്രോപ്പർട്ടിയുടെ കമാൻഡ് ലേയേഴ്സ് MA എൻ്റർ. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് ഓബ്ജക്റ്റ് പിക്ക് ചെയ്യുക. നമ്മൾ ഈ ഗ്രീനാണ് പിക്ക് ചെയ്യുന്നത്, അതാണ് വിൻഡോയുടെ ലെയർ. സെക്കൻഡ്, അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ ഓബ്ജക്റ്റ്, അതായത് ഏതാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് പിക്ക് ചെയ്യുക. ഇത് രണ്ടുമാണ് മാറ്റേണ്ടത്. സോ ഇത് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ചായി. ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ വിൻഡോന്നേ കാണിക്കുള്ളൂ. കണ്ടോ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് മാച്ച് പ്രോപ്പർട്ടീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡോട്ടഡ് ലൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ MA അടിക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, മാറി. സോ കണ്ടില്ലേ, ബൈ ലെയറായി. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ല ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമാൻഡ് ലേയേഴ്സാണ് PR എൻ്റർ. ഇവിടെ കാണും, ടെക്സ്റ്റാണ് ഇപ്പോൾ കിടക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഫർണിച്ചർ ഇവിടെ പിക്ക് ചെയ്യാണ്. ഫർണിച്ചറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമുക്ക് ലൈൻ ടൈപ്പ് മാറ്റാം, ഡോട്ടഡ് ലൈൻ ആക്കണോ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും മെയിൽ ചെയ്യുന്നതിന് പകരം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെയുണ്ട് ടെക്സ്റ്റ് ഹൈറ്റ്. കണ്ടില്ലേ, 250 ആണ് ഇപ്പോൾ കിടക്കുന്നത്, 200 ആക്കണോ, ക്ലിക്ക് ചെയ്താൽ 200 ആയി. ഓക്കെ, കളേഴ്സും എല്ലാം മാറ്റാം ഇവിടെ തന്നെ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോപ്പർട്ടീസിലും ലെയേഴ്സിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ലെയേഴ്സ് നമുക്കിപ്പം തൽക്കാലത്തേക്ക് ഈ ഫർണിച്ചറൊന്നും കാണണ്ട. ഓക്കെ, ഫർണിച്ചർ കാണണ്ട, ഫ്രീസ് ചെയ്യാൻ പോവാണ് ഞാൻ, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെയർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, ഫർണിച്ചറിൻ്റെ അവിടെ പോയി ഓഫ് ചെയ്യുക. കണ്ടില്ലേ, ഫർണിച്ചർ പോയി. ഫർണിച്ചർ പോയാലും നമുക്ക് ഈ ഒരു ലെയറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് പക്ഷേ കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആയിരിക്കും. അതേസമയം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഫ്രീസായിപ്പോവും. അതേസമയം നമുക്ക് ഫർണിച്ചർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ചെറുതായിട്ടൊന്നും മങ്ങി. ഇപ്പോൾ വോൾ ഞാൻ ലോക്ക് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് മങ്ങി. അങ്ങനെ മങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല, നമുക്കിവിടെ കാണുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, ലോക്ക് ബട്ടൺ കാണിക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ. അതായത് നമുക്കിത് മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കണ്ടില്ലേ, സെലക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് മാച്ച് പ്രോപ്പർട്ടീസിൽ ഇതൊന്ന് മാച്ച് ചെയ്യണം, നടക്കത്തില്ല. കണ്ടോ, ഇത് അൺലോക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പം മാച്ച് ചെയ്യാൻ പറ്റും, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെയേഴ്സിലും പ്രോപ്പർട്ടീസിലും ഉള്ളത്. അടുത്ത് നമുക്ക് ലേഔട്ടിലേക്ക്. ഓക്കെ, ലേഔട്ട്, പബ്ലിഷ്, പ്ലോട്ട് അല്ലെങ്കിൽ പ്രിൻറ്റ്, ഈ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത പോകാം. ഓക്കെ, ഇനി നമുക്ക് മോഡൽ സ്പേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ സ്ക്രീൻ വരുന്നതാണ് മോഡൽ സ്പേസ്. അടുത്തത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടമായിട്ട് കാണാം ലേഔട്ട് 1, 2 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ സെക്കൻഡ് 1 ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക, അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇതും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ബോർഡറിൽ പിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മോഡൽ സ്പേസിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡൽ സ്പേസിനകത്തേക്ക് നമുക്ക് വ്യൂവിങ് പോർട്ട് വേണം, അല്ലെങ്കിൽ വ്യൂ പോർട്ട് വേണം. വ്യൂ പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മോഡലിലുള്ളത് നമുക്ക് ഈ ലേഔട്ടിനകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ സെക്ഷൻ എലിവേഷൻ 3 സ്പേസ് ഉള്ള ഒരു ഷീറ്റ് കമ്പോസ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കമാൻഡ് എലിയാസ് ആണ് വി പോർട്ട്, അതായത് വ്യൂ പോർട്ട്സ് എന്ന് പറയും. സിംഗിൾ വിൻഡോ ഉണ്ട്, വെർട്ടിക്കലായിട്ട് 2 വിൻഡോസ്, ഹൊറിസോണ്ടലായിട്ട് 2 വിൻഡോസ്. ഞാൻ 3 എടുക്കാം, ഇതെടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതെടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് അതിൻ്റെ വ്യൂ പോർട്ടിൻ്റെ പിക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു ഷീറ്റ് എനിക്ക് കമ്പോസ് ആയി. ഇതിന് ഈ ഷീറ്റിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഇത് മേളിലത്തേത് പ്ലാനായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു മോഡൽ സ്പേസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ മോഡൽ സ്പേസ്. ഓക്കെ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് സെക്ഷൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എലിവേഷൻ. ഓക്കെ, പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എപ്പോഴും പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇത് 3 പിക്ക് ചെയ്യുക. വി പോർട്ട് പിക്ക് ചെയ്യുക, താഴെ റൈറ്റിലായിട്ട് ലോക്ക് ഉണ്ട്, ലോക്ക് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം, നമ്മൾ എന്തെങ്കിലും ഇവിടെ മോഡിഫൈ ചെയ്യുമ്പോൾ അത് ഉള്ളിൽ മോഡിഫൈ ആയി പോകും. ഓക്കെ, ഇത്രയാണ് നമുക്ക് വ്യൂ പോർട്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ ലേ ഔട്ടിലുള്ളത്. ഇവിടെ ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പോയി എഡിറ്റ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കണ്ടോ, കാരണം ഇത് ലോക്ക്ഡാണ്. ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും, അതില്ല. കണ്ടോ, പുറത്ത് മൂവ് ചെയ്താലും അകത്ത് അത് ബാധിക്കും. അതുകൊണ്ട് ഇതെപ്പോഴും ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ഒരു കാര്യം പറയാനുള്ളത് സൂമിൻ്റെ ആണ്. അത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ളൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സൂം കമാൻഡാണ്. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 എണ്ണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സൂമിൻ്റെ കമാൻഡ് ഏലിയാസ് ആണ് ഇസഡ്. ഓക്കെ, ഇസഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൂം കമാൻഡ് ആക്ടിവേറ്റ് ആയി. ഇനി അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻലി നമുക്ക് ആവശ്യമുള്ളത് 2-3 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഈ ഡിസ്പ്ലേയിലുള്ള എല്ലാം, അതായത് ഈ ഡ്രോയിങ്ങിലുള്ള എല്ലാം ഒന്നിച്ച് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസഡ് എൻ്റർ അടിക്കാം. അപ്പോൾ ഓൾ, സൂം ഓൾ. കണ്ടില്ലേ, ഫുള്ളായിട്ട് സൂമായി. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇസഡ് എൻ്റർ. അടുത്തത് നമുക്കിതിനകത്ത് നോക്കാം, വിൻഡോ. നമ്മൾ വിൻഡോ പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം സൂം ആവും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ്റെ ഒരു വിൻഡോ ഞാനിപ്പോൾ ഇങ്ങനെ പിക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ഈ ഒരു ബെഡ് മാത്രം എനിക്ക് സൂം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് പിക്ക് ചെയ്യുക. കണ്ടില്ലേ, ബെഡ് മാത്രം സൂമായി. ആ ഒരു വിൻഡോ നമ്മൾ വരച്ചു കൊടുത്തത് മാത്രം സൂമായി. അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ സൂം ഒബ്ജക്റ്റാണ്, മൂന്നാമത്തേത്. ഇസഡ് എൻ്റർ. ഒബ്ജക്റ്റിന് അതിനകത്ത് കാണാം, ഒബ്ജക്റ്റിന് O ആണ്. O എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സെക്ഷനാണ് എനിക്ക് പിക്ക് ചെയ്യേണ്ടത്. ഞാൻ സെക്ഷൻ കംപ്ലീറ്റ്ലി പിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. കണ്ടില്ലേ, ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് സൂമായി. അങ്ങനെയാണ് 3 സൂം കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് പബ്ലിഷ്. നമുക്ക് ലേ ഔട്ടിലാണ് ചെയ്യുന്നത്. ലേ ഔട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, ലേ ഔട്ടിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷിൻ്റെ കമാൻഡ് PUB. ഓക്കെ, എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷിൻ്റെ ഓപ്ഷൻ വരും. ഇതിനകത്ത് നമ്മൾ ഡ്രോയിങ് മാത്രം നോക്കുക, അല്ലാതെ DWG ഫയൽ ഇങ്ങനെ കാണാൻ പറ്റും, യെല്ലോ ബ്ലൂ, അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലേ ഔട്ട് എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രയും ലേ ഔട്ട്സ് ഇവിടെ ലിസ്റ്റായിട്ട് വരും. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ലേ ഔട്ട് 1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം, DWF ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, മൾട്ടി ഷീറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി ഷീറ്റ് പിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. വേറെ ഒന്നും ഇതിനകത്ത് സെറ്റിങ്സ് മാറ്റാനില്ല. പബ്ലിഷ് കൊടുക്കുക. നമുക്ക് എവിടെയാണോ വേണ്ടത് പിക്ക് ചെയ്ത് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്, അല്ലെങ്കിൽ എവിടെയാണോ വേണ്ടത് അവിടെ കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്കത് പോകും. ഞാനിപ്പോൾ അത് ഡെസ്ക്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണാം, നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യം ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് നമുക്ക് വരുന്നൊരു മെയിൻ കാര്യമാണ് പ്ലോട്ട് അല്ലെങ്കിൽ പ്രിൻ്റ്. ഓക്കെ, പ്രിൻറ്റിൻ്റെ കമാൻഡ് യൂസ് ചെയ്യാനായിട്ട് Ctrl+P അടിച്ചിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ PLOT പ്ലോട്ട് എന്നടിച്ച് കഴിഞ്ഞാലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും. ഓക്കെ, നമുക്കിപ്പം പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി ഈ വർക്ക് സ്പേസ് അല്ലെങ്കിൽ മോഡൽ സ്പേസിലേക്ക് വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നെയിം നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞുതരാം. നെയിമിനകത്ത് നമ്മൾ DWG ടു PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതല്ല ഏതെങ്കിലും പ്രിൻ്ററിനകത്ത് സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വരും, പ്രിൻ്ററിൻ്റെ പേര് വരും. അല്ലാന്നുണ്ടെങ്കിൽ DWG ടു PDF ക്ലിക്ക് ചെയ്യുക.
പിന്നെ ഇതിനകത്ത് A4 ആണ് എടുക്കുന്നത്. ഞാൻ A4 സ്വന്തമായിട്ട് എടുത്തു. സെൻറ്റർ പിക്ക് ചെയ്തു. ഇത് ഫിറ്റ് ടു പേപ്പർ തന്നെ പിക്ക് ചെയ്തു. ലാൻഡ്സ്കേപ്പ് ആണെന്ന് പിക്ക് ചെയ്തു. അടുത്ത ഡിസ്പ്ലേ ആണ് എടുക്കുന്നത്. ഈ ഡിസ്പ്ലേ എന്നുള്ളത് വിൻഡോ സെലക്ട് ചെയ്യണം. വിൻഡോ സെലക്ട് ചെയ്താലേ നമുക്ക് ഏത് പോർഷൻ വേണമെന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ. അപ്പോൾ അത്രയും പോർഷനായിരിക്കും പ്രിൻറ്റ് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവ്യൂ ചെയ്യാനായിട്ട് ഈ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കാണാം. ഇതിപ്പോൾ കളറല്ലേ, എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. നമുക്ക് ഈ കളർ നോൺ ഇട്ടാലും കളർ വരും, ഏക്കായിട്ട് ഇട്ട് കഴിഞ്ഞാലും കളർ വരും. അത് വേണ്ട മോണോക്രോം അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ ഇട്ട് കഴിഞ്ഞാൽ മോണോക്രോമിലേക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുക. എസ് കൊടുത്തു, പ്രിവ്യൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും വരിക. കണ്ടില്ലേ? നമ്മൾ നേരത്തെ ലെയറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ലൈൻ വെയിറ്റ് ഇവിടെ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ലൈൻ വെയിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അൺചെക്ക് ചെയ്യാം. ഓക്കെ, ലൈൻ വെയിറ്റ് ഇല്ലാതെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായി പോവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ലൈൻ വെയിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രിൻ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്രിവ്യൂ ചെയ്യുക. ഓക്കെ ആണ്. ഓക്കെ, എസ്കേപ്പ് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ലൊക്കേഷൻ ചോദിക്കും. ഡെസ്ക്ടോപ്പ്, സേവ്. കണ്ടില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് മോണോക്രോമിൽ അല്ലെങ്കിൽ ഗ്രേ സ്കെയിലിൽ ഒരു പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് അല്ലെങ്കിൽ പബ്ലിഷ് യൂസ് ചെയ്യുക. അടുത്തത് നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് സേവ്. നമ്മളൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു പ്രോജക്റ്റ് സേവ് ആക്കുക. അതിന് വേണ്ടിയിട്ട് Ctrl+S അടിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക, സേവ് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ എപ്പോഴും സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം എപ്പോഴാണോ നമ്മളുടെ ഒരു സിസ്റ്റത്തിന് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഓട്ടോക്കാഡ് ക്രാഷ് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങളാൽ, അല്ലെങ്കിൽ ലോഡ് കൂടുമ്പോഴോ എന്തെങ്കിലും ഒരു റീസൺ കാരണം അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ റിക്കവറിക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു 8 മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ 8 മിനിറ്റ്സിൻ്റെ ബാക്കിലേക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ. പ്രസൻറ്റ് വരെ ഉള്ളത് കിട്ടില്ല. ആ ഒരു 8 മിനിറ്റ്സിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതേസമയം ആ ഒരു ഓട്ടോ സേവ് ടൈം കുറച്ച് 1 മിനിറ്റോ 2 മിനിറ്റ്സോ ആക്കി കഴിഞ്ഞുള്ള പ്രശ്നം നമ്മുടെ ഓട്ടോക്കാഡ് ലാഗാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് സേവ് ആകുമ്പോഴത്തേക്ക് അത് ഉള്ളിൽ അത് നല്ല രീതിയിൽ പ്രോസസ്സാവും. അപ്പോൾ എപ്പോഴും നമ്മൾ സേവ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് Ctrl+S, ഇപ്പോൾ നമ്മളിങ്ങോട്ട് മാറ്റി ഈ ഒരു മോഡിഫിക്കേഷൻ മാറ്റി, ഓക്കെ, നമുക്ക് തോന്നുകയാണ് Ctrl+S അങ്ങനെ സേവ് ചെയ്ത് പോവുക. അപ്പോൾ എപ്പോഴെങ്കിലും ക്ലോസ് ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല. ഞാൻ നേരത്തെ ഈ ഒരു ഓട്ടോക്കാഡ് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്, സേവ് കൊടുത്തിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്ത ഫയൽസ് എല്ലാം ഇവിടെ റീസെൻ്റ്ലി വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പ്, നമ്മുടെ ഫയൽ പിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ആവും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ഓട്ടോക്കാഡ് സോഫ്റ്റ്വെയറിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓട്ടോക്കാഡ് പഠിക്കാവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പ്ലാനോ എലിവേഷൻ സെക്ഷൻസ് അങ്ങനത്തെ ഡ്രോയിങ്സും ഡീറ്റെയിൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂസ്ഫുൾ ആവുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. പിന്നെ ഈ ഒരു ഓട്ടോക്കാഡിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ലേണിംഗ് കൂടെ ഞാൻ ചെയ്യും. താങ്ക് യു, ബൈ.